Okay, good morning to all. Today we are going to discuss the next topic there in chemistry, that is polymers. I think 12th standard you studied that topic polymers and you already attended the public exam also, so you all are clear all the content there in the polymers, correct? No? Just recollect only. See, in polymers we are getting direct question. Any one type of polymer, ഏത് type of polymer ആണെന്നോ അല്ലെങ്കിൽ പോളിമർ തന്നിട്ട് അതിൻ്റെ മോണോമർ ഏതാണെന്നോ, മെയിൻലി ഒരു പോളിമർ തന്നിട്ട് ഏത് ടൈപ്പ് അല്ലെങ്കിൽ പോളിമറിൻ്റെ യൂസേജ് ഇപ്പോൾ മെൻഷൻ ചെയ്തിട്ട് ഈ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന പോളിമർ ഏതാണ്, അങ്ങനെ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ് എപ്പോഴും ചോദിക്കാറുള്ളത് പോളിമേഴ്സ്. അപ്പോൾ നമ്മളെല്ലാം പോളിമേഴ്സിൻ്റെ പേരും അത് ഏത് ടൈപ്പാണെന്നും അതിൻ്റെ യൂസസ് നമ്മൾ പഠിച്ചു വെച്ചിരുന്നാൽ ജസ്റ്റ് ഒരു കോളമായിട്ട് നിങ്ങളങ്ങ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കങ്ങ് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അത് അല്ലെങ്കിൽ ഓരോ പോളിമറും നമുക്ക് കേട്ടിട്ട് ഏത് ടൈപ്പാണെന്നും അതിൻ്റെ യൂസും പോളിമേഴ്സ് നമ്മൾ പഠിച്ചത് പോളിമേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ ആയിരുന്നു. Polymers first classified on the basis of their source. Natural polymer ഉണ്ട്, സെമി സിന്തറ്റിക് ഉണ്ട്, സിന്തറ്റിക് ഉണ്ട്. നാച്ചുറൽ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന പോളിമർ, സെല്ലുലോസ്, പ്രോട്ടീൻ കണ്ടന്റ്, സെല്ലുലോസ്, നാച്ചുറൽ റബ്ബർ എല്ലാം നാച്ചുറൽ പോളിമർ ആണ്. സെല്ലുലോസ്, പ്രോട്ടീൻസ്. ദെൻ സെമി സിന്തറ്റിക്, പാർഷ്യലി സിന്തസൈസ്ഡ് ആൻഡ് ഒറിജിൻ ഈസ് ദെയർ ഇൻ ദി നേച്ചർ ആൻഡ് നമ്മളൊന്ന് മോഡിഫൈ ചെയ്തെടുത്തു, ദാറ്റ് ഈസ് പാർഷ്യലി സിന്തസൈസ്ഡ് പോളിമേഴ്സ്. സെല്ലുലോസ് അസറ്റേറ്റും സെല്ലുലോസ് നൈട്രേറ്റും. സെല്ലുലോസ് നാച്ചുറൽ ആയിട്ടുള്ള പോളിമറാണ്, അതിനൊന്ന് മോഡിഫൈ ചെയ്തെടുത്തതാണ് സെല്ലുലോസ് അസറ്റേറ്റും സെല്ലുലോസ് നൈട്രേറ്റും. റയോൺ, സെല്ലുലോസ് അസറ്റേറ്റ്. ഓക്കെ, ദെൻ സിന്തറ്റിക് പോളിമേഴ്സ്, അത് മാനുഫാക്ചർ ചെയ്തെടുക്കുന്നതാണ് സിന്തറ്റിക് പോളിമേഴ്സ്. ലോട്ട് ഓഫ് എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പോളിത്തീൻ, ടെഫ്ലോൺ, ഡാക്രോൺ, നൈലോൺ 66, നൈലോൺ 6 ഇതെല്ലാം സിന്തറ്റിക് പോളിമർ. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് സോഴ്സ്. Then second classification we studied on the basis of interaction between the particles. പാർട്ടിക്കിൾസിൻ്റെ ഇൻട്രാക്ഷനെ ബേസ് ചെയ്തുകൊണ്ട്, പിന്നെ അതിൻ്റെ സ്ട്രക്ചറിനെ ബേസ് ചെയ്തുകൊണ്ട്, പിന്നെ മോഡ് ഓഫ് പ്രിപ്പറേഷൻ. ഇതാണ് നിങ്ങൾ മെയിനായിട്ട് പഠിച്ച ക്ലാസിഫിക്കേഷൻ. ആദ്യത്തെ സോഴ്സ്, രണ്ടാമത്തത് ഓൺ ദി ബേസ് ഓഫ് സ്ട്രക്ചർ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇൻട്രാക്ഷനിലേക്ക് പോകാം. ഓൺ ദി ബേസ് ഓഫ് സ്ട്രക്ചർ ദേ ആർ ലീനിയർ, ബ്രാഞ്ച്ഡ്, ക്രോസ് ലിങ്ക്ഡ്. ലീനിയർ അതായത് ലീനിയർ ആയിട്ട് കണക്ട് ചെയ്ത് പോകുന്നു. അഡിഷൻ പോളിമേഴ്സ്, പോളിത്തീൻ, പോളിവിനൈൽ ക്ലോറൈഡ്, ടെഫ്ലോൺ ഇതെല്ലാം ലീനിയർ പോളിമേഴ്സ് ആണ്. ദെൻ ബ്രാഞ്ച്ഡ് ചെയിൻ, രണ്ടാമത്തത് ബ്രാഞ്ചിങ്. പോളിമേഴ്സിൽ ബ്രാഞ്ചസ് വരുന്നത്. ഓക്കെ, നിങ്ങൾ സ്റ്റാർച്ച് ബയോമോളിക്കൂളിനകത്ത് പഠിച്ച സ്റ്റാർച്ച്, അമിലോസും അമിലോപെക്റ്റിൻ ബ്രാഞ്ച് വരുന്നതാണ്. പിന്നെ ആൽക്കൈൽ ഡെറിവേറ്റീവ്, ആൽക്കീൻസ്, ഹയർ മെമ്പേഴ്സ് ഓഫ് ആൽക്കീൻസ് ബ്രാഞ്ചസ് വരുന്നതാണ്. ക്ലോറോപ്രിൻ ഒക്കെ ബ്രാഞ്ചിങ് വരുന്നതാണ്. ക്ലോറിൻ ഹയർ മെമ്പേഴ്സ്, പോളിപ്രോപ്പീൻ, ആൽക്കൈൽ ഗ്രൂപ്പോ വേറെ ഏതെങ്കിലും ഗ്രൂപ്പുകളോ ബ്രാഞ്ച് ആയിട്ട് വരുന്ന ബ്രാഞ്ചിങ് പോളിമേഴ്സ്. ദെൻ തേർഡ് വൺ നമ്മൾ പഠിച്ചത് ക്രോസ് ലിങ്ക്ഡ് പോളിമേഴ്സ്, ക്രോസ് ലിങ്കിങ് ബിറ്റ്വീൻ ദി ലേയേഴ്സ്. വൾക്കനൈസ്ഡ് റബ്ബർ, ബേക്കലൈറ്റ്, മെലാമിൻ, ഫോമാൽഡിഹൈഡ് റെസിൻ ഇതൊക്കെ ക്രോസ് ലിങ്ക്ഡ് പോളിമേഴ്സിൽ വരുന്നതാണ്. ഓക്കെ, സോ ലീനിയർ, ബ്രാഞ്ച്ഡ്, ക്രോസ് ലിങ്ക്ഡ് ഓൺ ദി ബേസ് ഓഫ് സ്ട്രക്ചർ. Then on the basis of interaction between the particles, they are elastomers, fibers, thermoplastic and thermosetting plastic. Elastomers, ഇലാസ്റ്റിക് ആകുമ്പോൾ അത് വൈബ്രൻ്റ് ആണ്. അപ്പോൾ വൈബ്രൻ്റ് ആയതുകൊണ്ട് അതിൻ്റെ ഇൻട്രമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ വീക്കായിരിക്കും. വീക്ക് വാണ്ടർവാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ മാത്രമേ അവിടെ ഉണ്ടാവൂ. ഇലാസ്റ്റോമോസ്, ബ്യൂണായൻ, റബ്ബർ എല്ലാം ഇലാസ്റ്റോമോസ്. ദെൻ ഫൈബർ ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ. സ്ട്രോങ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദി പാർട്ടിക്കിൾസ് തമ്മിൽ ഏറ്റവും കൂടുതൽ ഇൻട്രാക്ഷൻ ഉള്ളത് ഫൈബേഴ്സിലാണ്. നൈലോൺ 6, നൈലോണിൻ്റെ കാറ്റഗറി എല്ലാം ഫൈബേഴ്സിൽ വരുന്നതാണ്. ദെൻ തെർമോപ്ലാസ്റ്റിക് നിങ്ങൾക്കറിയാം, നമുക്ക് ഓൺ ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് വി ക്യാൻ റീഷേപ്ഡ് ദം, റീമൗൾഡ് ദം. ദാറ്റ് ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിക്സ് ഓർ പോളിമേഴ്സ് ആർ കാൾഡ് തെർമോപ്ലാസ്റ്റിക്. പോളിത്തീൻ, പോളിവിനൈൽ ക്ലോറൈഡ്, PVC ഇതൊക്കെ തെർമോപ്ലാസ്റ്റിക്കിൽ വരുന്നതാണ്. ലാസ്റ്റ് തെർമോസെറ്റിംഗ്, ഒരിക്കൽ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെർമനൻ്റ്ലി അത് സെറ്റ് ആവും. ഓക്കെ, ബേക്കലൈറ്റ്, മെലാമിൻ ഇതെല്ലാം തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് മ്യൂസിൽ വരുന്നതാണ്. ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ, ഏറ്റവും കൂടുതൽ ഇൻട്രാക്ഷൻ ഉള്ളത് ആരാ? ഫൈബേഴ്സ്. ഓക്കെ, ദെൻ ലീസ്റ്റ് ഇൻട്രാക്ഷൻ ആണ് ഇലാസ്റ്റോമോസ്. ഫൈബേഴ്സിനും ഇലാസ്റ്റോമോസിനും ഇടയിൽ വരുന്ന ഇൻട്രാക്ഷനാണ് തെർമോപ്ലാസ്റ്റിക്കിനുള്ളത്. Thermoplastic, the interaction is in between that of fibers and elastomers. Okay, thermoplastic examples അറിയണം. The next one നമ്മൾ പഠിച്ചത് on the basis of their mode of preparation. Mode of preparation addition polymers, condensation polymers.
അഡീഷൻ എന്ന് വെച്ചാൽ മോളിക്യൂൾസ് നമ്മൾ സിംപ്ലി ആഡ് ചെയ്ത് പോകുന്നതാണ്. ഈ അഡീഷൻ പോളിമേഴ്സിന് വീണ്ടും നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. ഏതൊക്കെയാ? കോ പോളിമർ എന്നും ഹോമോ പോളിമർ എന്നും. ഹോമോ മീൻസ് ഒരേ മോണോമർ യൂണിറ്റ് ആണ് കണക്ട് ചെയ്ത് പോകുന്നതെങ്കിൽ ഹോമോ, ഡിഫറെന്റ് മോണോമർ ആണെങ്കിൽ കോ പോളിമർ. ഹോമോയ്ക്ക് എക്സാമ്പിൾ ആണ് പോളിത്തീൻ, പോളിവിനൈൽ ക്ലോറൈഡ്, ടെഫ്ലോൺ, ഓക്കെ, പോളി അക്രിലോനൈട്രിൻ, പോളിസ്റ്റൈറീൻ. ഇതെല്ലാം ഏതിന് എക്സാമ്പിൾ? അഡിഷൻ പോളിമേഴ്സ്, ഹോമോ അഡിഷൻ. കോ പോളിമർ ടു ഡിഫറെന്റ് മോണോമർ യൂണിറ്റ്, മെയിൻലി ബ്യൂണായിസ്, ബ്യൂണായൻ. ബ്യൂണായിസ് 1,3-butadiene styrene in the presence of sodium catalyst ആണ് ബ്യൂണായിസ്. ബ്യൂ 1,3-butadiene in the presence of sodium combined with styrene, ബ്യൂണായിസ്. then ബ്യൂണായൻ, രണ്ടും കോപോളിമർ ആണ്. ബ്യൂണായിസും ബ്യൂണായനും. 1,3-butadiene in the presence of metallic sodium ആണ് Na, and styrene. acrylonitrile 1,3-butadiene in the presence of both are copolymer, two different monomer unit. Next one, condensation polymer. Addition polymers നമുക്ക് മോളിക്യൂളിനെ ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്ത് എഴുതുന്നേ ഉള്ളൂ. കണ്ടൻസേഷൻ പോളിമർ ആകുമ്പോൾ ഡ്യൂറിംഗ് ദിയർ കോമ്പിനേഷൻ സ്മാൾ മോളിക്യൂൾസ് ലൈക്ക് വാട്ടർ, അമോണിയ, HCl will be eliminated and we will be getting the polymer that is known as condensation polymer. Example for condensation polymer is nylon 6, nylon 6,6, dacron, glyptal, nylon 2, nylon 6 ഇതെല്ലാം കണ്ടൻസേഷൻ പോളിമേഴ്സിൽ വരുന്നതാണ്. ഓക്കെ, കണ്ടൻസേഷൻ പോളിമേഴ്സിൽ രണ്ട് മോണോമർ യൂണിറ്റ് ചേരുമ്പോൾ അവർ എലിമിനേറ്റ് ചെയ്ത് പോകും. ഇപ്പോൾ രണ്ട് മോണോമർ ചേരുമ്പം കണ്ടൻസേഷൻ പോളിമറൈസേഷൻ നോർമലി ടേക്ക് പ്ലേസ് ദിയർ ഇൻ ബൈഫങ്ഷണൽ ഓർ ട്രൈഫങ്ഷണൽ മോണോമർ യൂണിറ്റ്. രണ്ട് ഫങ്ഷണൽ ഗ്രൂപ്പുള്ള മോണോമറുകൾ ചേരുമ്പോഴാണ് കണ്ടൻസേഷൻ പോളിമേഴ്സ് ഉണ്ടാവാറുള്ളത്. അപ്പം ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് OH-ഉം COH-ഉം ആണ് ചേരുന്നതെങ്കിൽ OH-ഉം COH, ആൽക്കഹോളും കാർബോക്സിലിക് ആസിഡും, എന്താ നമുക്ക് കിട്ടുന്ന പോളിമർ, എന്താ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ്? ഓർഗാനിക് റിയാക്ഷൻ, കാർബോക്സിലിക് ആസിഡ് റിയാക്ട് വിത്ത് ആൽക്കഹോൾ, ദ പ്രോഡക്റ്റ് ഒബ്റ്റൈൻഡ് ഈസ് എസ്റ്റർ. അപ്പം എസ്റ്റർ റിയാക്ഷൻ വഴിയാണ് ഒരു പോളിമർ ഫോം ചെയ്യുന്നതെങ്കിൽ ആ പോളിമർ നമ്മൾ വിളിക്കും പോളിയെസ്റ്റർ. പോളിയെസ്റ്ററിന് എക്സാമ്പിൾ ആണ് ഡാക്രോൺ, ഗ്ലിപ്താൾ. ഡാക്രോൺ, what is a monomer ഡാക്രോൺ? എത്തിലീൻ ഗ്ലൈക്കോളും ടെറിപ്താലിക് ആസിഡും. ഗ്ലിപ്താൾ എത്തിലീൻ ഗ്ലൈക്കോളും താലിക് ആസിഡും. ഓക്കെ, ദെൻ ഇനി കണ്ടൻസേഷൻ പോളിമേഴ്സിലെ സെക്കൻഡ് കാറ്റഗറി, ആദ്യത്തെ കാറ്റഗറി ഞാൻ പറഞ്ഞത് പോളിയെസ്റ്റർ, രണ്ടാമത്തെ കാറ്റഗറി പോളി അമൈഡ്. ഇറ്റ് ഈസ് എ കണ്ടൻസേഷൻ ബിറ്റ്വീൻ NH2 ഗ്രൂപ്പ് ആൻഡ് COH ഗ്രൂപ്പ്. NH2ഉം COH, അമിനോ ഗ്രൂപ്പും കാർബോക്സിലിക് ആസിഡും, ലിങ്ക് ചെയ്യുമ്പോൾ CONH ലിങ്കേജ്, അമൈഡ് ലിങ്കേജ്. ദാറ്റ് ബോണ്ട് ഈസ് കാൾഡ് പെപ്റ്റൈഡ് ബോണ്ട്. സോ ദാറ്റ് ടൈപ്പ് ഓഫ് പോളിമേഴ്സ് ആർ കാൾഡ് പോളിപെപ്റ്റൈഡ് ഓർ പോളിഅമൈഡ്. പോളിഅമൈഡിന് എക്സാമ്പിൾ ആണ് നൈലോൺ കാറ്റഗറി ഫുള്ളും പോളിഅമൈഡ് ആണ്. നൈലോൺ 6, nylon 6,6, nylon 2, nylon 6, nylon 6, nylon 10. Okay, these all are what type of polyamide type? Polyester, polyamide. Then step growth polymerization ഉണ്ട്, chain growth polymerization ഉണ്ട്. Chain growth എന്ന് പറയുമ്പോൾ ചെയിൻ മാത്രം എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്ന അഡിഷൻ പോളിമറൈസേഷൻ. സ്റ്റെപ്പ് ഗ്രോത്ത് ആകുമ്പോൾ കണ്ടൻസേഷൻ പോളിമറൈസേഷൻ. എല്ലാ പോളിമറൈസേഷൻ റിയാക്ഷൻ നടക്കുന്നത് ഫ്രീ റാഡിക്കൽ മെക്കാനിസം ആണ്. ഫ്രീ റാഡിക്കൽ മെക്കാനിസം. ഇപ്പൊ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള alkene, CH2 double bond CH2 alkene. നോർമലി ഡബിൾ ബോണ്ടഡ് മോളിക്യൂൾസ് ആണ് പോളിമറൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഏത് ആൽക്കീന് നമുക്ക് എടുക്കാം? ആൽക്കീനിൽ ആദ്യം N മോളിക്യൂൾ, ഇറ്റ് അണ്ടർഗോ ഫ്രീ റാഡിക്കൽ മെക്കാനിസം. ബട്ട് ടൈപ്പ് ഓഫ് ക്ലിവേജ്? ഹോമോളിറ്റിക് ക്ലിവേജ്. അപ്പോൾ എന്തായിട്ട് മാറും? ഫ്രീ റാഡിക്കൽ. നമ്മൾ എത്ര മോളിക്യൂൾസ് എടുക്കുന്നു ഈ മോളിക്യൂൾസ് എല്ലാം അതിന്റെ ഫ്രീ റാഡിക്കൽസ് ആയിട്ട് മാറും. എന്നിട്ട് ഈ ഫ്രീ റാഡിക്കൽ കണക്ട് ചെയ്ത് പോകും. എൻഡിൽ മാത്രം ഫ്രീ റാഡിക്കൽ രണ്ട് സൈഡ് എക്സ്റ്റെൻഡ് ചെയ്ത് പോകും. അപ്പൊ CH2 സിംഗിൾ ബോണ്ട് CH2 ഈ രണ്ട് സൈഡും എക്സ്റ്റെൻഡ് ചെയ്ത് N ടൈംസ്. ബ്രാഞ്ച് ഉള്ളയാണെങ്കിൽ ബ്രാഞ്ചസ് നമ്മൾ സൈഡ് വൈസ് വരച്ചിട്ട് ഡബിൾ ബോണ്ട് കാർബൺ ഇതേപോലെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ദെൻ ഓരോ പോളിമേഴ്സിന്റെ മോണോമർ കണ്ടൻസേഷൻ പോളിമേഴ്സ് അല്ലെങ്കിൽ അഡിഷൻ പോളിമേഴ്സിൽ നമ്മൾ അഡിഷൻ പോളിമേഴ്സ് പോളിത്തീൻ, പോളിവിനൈൽ ക്ലോറൈഡ്, ദെൻ ടെഫ്ലൂൺ. ടെഫ്ലൂൺ what is the monomer? tetrafluoroethene, CF2 ഡബിൾ ബോണ്ട് CF2 ഇതിന്റെ മോണോമർ, ഇതിന്റെ പോളിമർ ആണ് ടെഫ്ലോൺ, ടെട്രാഫ്ലൂറോഈഥീൻ. നോൺ സ്റ്റിക്ക് യൂട്ടൻസിൽസ് മെയിൻലി നമ്മൾ ടെഫ്ലോൺ കൊണ്ടാണ് മാനുഫാക്ചർ ചെയ്തെടുക്കുന്നത്. ടെഫ്ലോൺ. ദെൻ നെക്സ്റ്റ് വൺ സ്റ്റൈറീൻ, പോളിസ്റ്റൈറീൻ, CH2 ഡബിൾ ബോണ്ട് CH, C6H5. ഒരു ഫിനൈൽ ഗ്രൂപ്പ് ഈഥീനകത്ത് കണക്ട് ചെയ്യുന്നതാണ് സ്റ്റൈറീൻ. ക്ലോറിൻ ആണെങ്കിൽ വിനൈൽ ക്ലോറൈഡ്. CN ആണെങ്കിലോ N മോളിക്യൂൾ, CH2 ഡബിൾ ബോണ്ട് CH, CN.
This molecule is called acrylonitrile. ഇതിന്റെ polymer ആണ് polyacrylonitrile. Polyacrylonitrile. എല്ലാ മോണോമേഴ്സും ബൈ ഹാർട്ട് ആയിരിക്കണം. Then nylon 6. What is the monomer of nylon 6? Nylon 6 monomer is caprolactam. Caprolactam is obtained from cyclohexane. Cyclohexane നിന്നാണ് നമുക്ക് caprolactam കിട്ടുന്നത്. Cyclohexane ആദ്യം നമ്മൾ ഓക്സിഡൈസ് ചെയ്യും. അപ്പോൾ നമുക്ക് cyclohexanone double bond O. Cyclohexanone. On treating with the hydroxylamine NH2OH. So that time we will be getting double bond N OH, oxim. Oxim undergo Beckmann's rearrangement. Beckmann's rearrangement in the presence of an acid. Beckmann's rearrangement in the presence of sulfuric acid. So double bond N, C double bond O. C double bond O. Ketoform amino group ആയിട്ട് rearrange ചെയ്തു. This molecule is called caprolactam. Caprolactam നമുക്ക് കിട്ടുന്ന cyclohexyl നിന്നാണ്. What rearrangement will be there? Beckmann's rearrangement. ഇതിന്റെ polymer ആണ് CON 1 2 3 4 5 5 CH2 CH2 5 times NH CO രണ്ടെണ്ണം കണക്ട് ചെയ്തു പോകും. ഇതാണ് ബ്രേക്ക് ചെയ്യുന്നത്. So this is nylon 6. Then nylon 6,6. What is the monomer in nylon 6,6? Nylon. The 6,6 represent both the monomer contain 6 carbon atom. Hexamethylene diamine adipic acid. Nylon 6, comma nylon 6. Then nylon 610 also there. 6 ഉം 10 ഉം വരുന്നുണ്ട്. Nylon 6 is hexamethylene diamine. 10 which acid? Sebaceous acid. Sebaceous. CH2 8 times. COOH COOH. That is sebaceous acid ആണ് nylon 6 nylon 10. Then dacron hexamethylene dacron but type of polymer, that is polyester type monomer dacron ethylene glycolum terephthalic acid glypthal ethylene glycolum phthalic acid. Then melamine formaldehyde resin. Then bakelite. Bakelite condensation polymers ആണ്. What is the monomer bakelite? Phenol and formaldehyde. Phenol ഉം formaldehyde ഉം ആദ്യം linear ആയിട്ട് കണക്ട് ചെയ്യും. That is novolac. Linear chain polymer of phenol and formaldehyde is novolac, and cross-linked polymer of phenol and formaldehyde is bakelite. Cross linking between para positionലാണ് cross linking നടക്കുന്നത്. That is bakelite. Okay. Then melamine formaldehyde resin. Melamine benzene ring, alternate position nitrogen. Okay. CH2 alternate double bond. Then carbon position ഇവിടെ alternate position CH ആണ്. CH ഗ്രൂപ്പിൽ which group will be connected? NH2 group, amino group. Melamine formaldehyde resin. മെലാമിനും ഫോമാൽഡിഹൈഡും ചേർന്ന് നമ്മൾ ഫിനോളും ഫോമാൽഡിഹൈഡും ചേരുമ്പോൾ ഫിനോൾ OH ഫോമാൽഡിഹൈഡ് വിൽ ബി കണക്റ്റഡ് ടു ഓർത്തോ ആൻഡ് പാരാ പൊസിഷൻ CH2OH ഈ പൊസിഷനിലും വരും ഈ പൊസിഷനിലും വരും. ഈ പൊസിഷൻ കണക്ട് ചെയ്ത് പോകുന്നതാണ് നോവോലാക്. പാരാ പൊസിഷനിൽ കണക്ട് ചെയ്ത് വരുന്ന ക്രോസ് ലിങ്കിങ് വരുന്നതാണ് ബെക്കലൈറ്റ്. അതേപോലെ ഇവിടെ NH2 ഫോമാൽഡിഹൈഡുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ NH2OH ഇതേപോലെ NH2OH വരും, രണ്ടെണ്ണം കണക്ട് ചെയ്ത് പോകുന്നതാണ് മെലാമിൻ. മെലാമിൻ ഫോമാൽഡിഹൈഡ് റെസിൻ. Three, 4, 6 triamino, 1, 2, 3 triazine. 135 triamine, 2, 4, 6 triazine. That is melamine IUPAC name. അത് അറിഞ്ഞിരിക്കണം. മെലാമിൻ്റെ IUPAC നെയിം ചോദിച്ചു കഴിഞ്ഞാൽ IUPAC നെയിം എഴുതാൻ അറിയണം. ഓക്കെ. ദെൻ ഇത് കഴിഞ്ഞ് നമ്മൾ നാച്ചുറൽ റബ്ബർ
natural rubber, synthetic rubber. What is the monomer of natural rubber? Isoprene, 2-methyl-1,3-butadiene. 2-methyl-1,3-butadiene, CH2, double bond CH3, CH, double bond CH2. 2-methyl-1,3-butadiene. ഇതിന്റെ പോളിമർ ഫോം ചെയ്യുമ്പോൾ രണ്ട് ഡബിൾ ബോണ്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഡബിൾ ബോണ്ട് മിഡിലേക്ക് മാറും. അപ്പോൾ CH3 ഈ കാർബണിൽ CH2 ഡബിൾ ബോണ്ട് CH2. ഇപ്പൊ ഈ കാർബണും എക്സ്റ്റെൻഡ് ചെയ്ത് പോവും, ഈ കാർബണും എക്സ്റ്റെൻഡ് ചെയ്ത് പോവും. ഇങ്ങനെ n ടൈംസ് വരുന്നതാണ് നാച്ചുറൽ റബ്ബർ. ഇപ്പൊ ഈ നാച്ചുറൽ റബ്ബർ ഇപ്പൊ ഡബിൾ ബോണ്ടഡ് കാർബൺ ആകുമ്പോൾ ഞാനിപ്പോ ഇവിടെ വരച്ചത് രണ്ട് CH2 എക്സ്റ്റെൻഡഡ് ഗ്രൂപ്പും സെയിം സൈഡിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇത് സിസ് ഐസോമർ ആണ്. ഇതേപോലെ നമുക്ക് ട്രാൻസ് ഐസോമർ വരയ്ക്കാം ഓപ്പോസിറ്റ് സൈഡിൽ. സിസ് ഐസോമർ ആണ് ആക്ച്വലി നാച്ചുറൽ റബ്ബർ. ട്രാൻസ് ഐസോമറിനെ നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്ന ഗട്ടാപെർച്ച. That is the trans isomer of isoprene. Isoprene സിസ് ഐസോമർ ആണ് നാച്ചുറൽ റബ്ബർ. ട്രാൻസ് ഐസോമർ എന്ന് പറയുന്നത് ഗട്ടാപെർച്ച. ഗട്ടാപെർച്ച മെയിൻ ആയിട്ട് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഓക്കെ, ദന്തൽ ക്ലിനിക്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത്, പല്ല് പോടടയ്ക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പോളിമറാണ് ഗട്ടാപെർച്ച. ഓക്കെ, സോ നാച്ചുറൽ റബ്ബർ is cis isomer and trans isomer is ഗട്ടാപെർച്ച. Then synthetic rubber. What is the monomer? Instead of CH3, chlorine, 2-chloro-1,3-butadiene, chloroprene. Then നാച്ചുറൽ റബ്ബർ നമുക്കറിയാം, നാച്ചുറൽ റബ്ബർ വളരെ സോഫ്റ്റ് ആണ്, ഈസിലി സ്ട്രെച്ചബിൾ ആണ്. സോ ഇൻഡസ്ട്രിയിൽ നമുക്ക് ആ നാച്ചുറൽ റബ്ബർ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പല ഫീൽഡിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. സോ വി ക്യാൻ ഇൻക്രീസ് ദ സ്ട്രെങ്ത് ഓഫ് നാച്ചുറൽ റബ്ബർ ബൈ ഹീറ്റിംഗ് വിത്ത് സൾഫർ. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് വൾക്കനൈസേഷൻ. നാച്ചുറൽ റബ്ബറിനെ സൾഫർ ഉപയോഗിച്ച് ഹീറ്റ് ചെയ്യുമ്പോൾ സൾഫർ അണ്ടർഗോ ക്രോസ് ലിങ്കിങ് ബിറ്റ്വീൻ ദ ലേയേഴ്സ്. അങ്ങനെ നമുക്ക് ക്രോസ് ലിങ്ക്ഡ് പോളിമർ ആയിട്ട് കിട്ടും. ആരാണ്? വൾക്കനൈസ്ഡ് റബ്ബർ. ക്രോസ് ലിങ്ക്ഡ് ആണ്, അപ്പോൾ അതിന്റെ സ്ട്രെങ്ത് കൂടും. ഈ വൾക്കനൈസ്ഡ് സൾഫറിന്റെ പെർസെൻറ്റേജ് നമ്മൾ ആഡ് ചെയ്യുന്ന സൾഫറിന്റെ പെർസെൻറ്റേജ് അനുസരിച്ചാണ് നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വൾക്കനൈസ്ഡ് റബ്ബർ നമുക്ക് കിട്ടുന്നത്. റബ്ബർ ഇൻഡസ്ട്രിയിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ 35% സൾഫർ ആഡ് ചെയ്തതാണ്, 35 ആൻഡ് മോർ സൾഫർ ആഡ് ചെയ്തതാണ് ഓട്ടോമൊബൈൽ ടയേഴ്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന റബ്ബർ 35%. പിന്നെ നമ്മൾ എറൈസറൊക്കെ ഉപയോഗിക്കും, 3 to 5% റബ്ബർ ആഡ് ചെയ്യുന്നതാണ് റബ്ബർ ബാൻഡ് എറൈസറൊക്കെ നമ്മൾ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ സൾഫറിന്റെ പെർസെൻറ്റേജ് ചേഞ്ച് ചെയ്ത് നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റബ്ബർ, വൾക്കനൈസ്ഡ് റബ്ബർ നമുക്ക് മാനുഫാക്ചർ ചെയ്തെടുക്കാം. സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയാണ് വൾക്കനൈസേഷൻ നടത്തുന്നത്. ഓക്കെ, ദെൻ ഫൈനലി യു സ്റ്റഡീഡ് ബയോഡിഗ്രേഡബിൾ പോളിമേഴ്സ്. ബയോഡിഗ്രേഡബിൾ പോളിമേഴ്സിൽ നമ്മൾ മെയിനായിട്ട് പഠിച്ചത് PHBBയും നൈലോൺ 2, നൈലോൺ 6. ഓക്കെ, നൈലോൺ 2, നൈലോൺ 6, 2ഉം 6ഉം ആണ് അവിടുത്തെ. നൈലോൺ 2, നൈലോൺ 5ഉം ഉണ്ട്, നൈലോൺ 2, നൈലോൺ 6ഉം ഉണ്ട്. ദെൻ PHBV, poly beta hydroxy butyrate and co beta hydroxy valerate. Co-polymer means two different monomer. ഏതൊക്കെയാ മോണോമർ? ബീറ്റാ ഹൈഡ്രോക്സി ബ്യൂട്ടറേറ്റ്, ബ്യൂട്ടനോയിക് ആസിഡിൽ ബീറ്റാ പൊസിഷൻ, തേർഡ് പൊസിഷനിൽ OH ഗ്രൂപ്പും, ആൻഡ് വാലുവിക് ആസിഡ് പെന്റനോയിക് ആസിഡിൽ തേർഡ് പൊസിഷനിൽ OH ഗ്രൂപ്പ്. മോണോമർ CH3, CHOH, CH2, COH. This is alpha and beta. Number കൊടുക്കുകയാണെങ്കിൽ 1, 2, 3. 3 hydroxy butanoic acid, 3 hydroxy pentanoic acid. ഇത് രണ്ടുമാണ് PHBBയുടെ മോണോമർ. ഏത് ടൈപ്പ്? പോളിയെസ്റ്റർ ടൈപ്പാണ് വരുന്നത്. ഈ OHും ഈ Hും കൂടെ ചേർന്ന് വാട്ടർ എലിമിനേറ്റ് ചെയ്ത് പോയിട്ട് ഈ രണ്ട് കാർബൺ ആറ്റത്തിന് COOCH ഇത് കണക്ട് ചെയ്യും. അപ്പോൾ ഈ ആൽക്കൈൽ ഗ്രൂപ്പ് ബ്രാഞ്ച് ആയിട്ട് കൊടുക്കും. CO എക്സ്റ്റെൻഡ് ചെയ്ത് പോകും, ഈ Hും എക്സ്റ്റെൻഡ് ചെയ്ത് പോകും, Oയും. That is PHBB, biodegradable polymer. Then nylon 2, nylon 6, glycine, aminocaproic acid, CH2 5 times COH. എല്ലാ ടൈപ്പ് ഓഫ് പോളിമേഴ്സും അതിന്റെ മോണോമർ യൂണിറ്റും ഫോർ വാട്ട് പർപ്പസ് വി ആർ യൂസിങ്. Like that you have to make it a table column and study well. Shall I read some questions regarding the polymers? First question, cellulose acetate is cellulose acetate. What type of polymer is cellulose acetate? It's a natural polymer, semi-synthetic, synthetic or polyester type.
Cellulose acetate is semi-synthetic polymer. Then next question 614 polyisoprene. 614 polyisoprene. Thermoplastic, thermosetting plastic, then elastomose, then resin. 614 polyisoprene. Polyisoprene is one rubber. Elastic, natural rubber ആണ് cis isomer. Then glyptal. Glyptal is viscous rayon and nylon, polystyrene and alkyl resin. Glyptal. What is the monomer of glyptal? Ethylene glycol and phthalic acid. Phthalic acid is what type? This is alkyl resin type. Alkyl resin ആണ് glyptal. Glyptal, you note down glyptal hyphen alkyl resin. Then next question, the catalyst used for the polymerization of olefin. Olefin മിക്കവാറും എല്ലാ പോളിമറൈസേഷൻ റിയാക്ഷനും നമ്മൾ കാറ്റലിസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. കാറ്റലിസ്റ്റ് ചെയ്ത് ഇനിഷ്യേറ്റർ, അവനാണ് ഫ്രീ റാഡിക്കൽ മെക്കാനിസം ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. ഇപ്പം സിമ്പിൾ ആയിട്ടുള്ളതാണ് ഈഥീൻ. ഈഥീൻ നമുക്ക് പോളിമറൈസേഷൻ റിയാക്ഷൻ നടത്താം, നമുക്ക് കിട്ടും പോളിത്തീൻ. പക്ഷേ ബേസ്ഡ് ഓൺ ദ കണ്ടീഷൻ ഓഫ് പോളിമറൈസേഷൻ വി ആർ ഗെറ്റിംഗ് ടു ടൈപ്സ് ഓഫ് പോളിത്തീൻ. വിച്ച് ആർ ദേ? Low density polythene and high density polythene. Low density polythene ആകുമ്പോൾ there we are using very high temperature, very high pressure ആണ് ഉപയോഗിക്കുന്നത്. Low density polythene. High density polythene ആകുമ്പോൾ നമ്മൾ ടെമ്പറേച്ചറും പ്രഷറും ലോ ആണ്. പക്ഷെ നമ്മളവിടെ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് വിച്ച് കാറ്റലിസ്റ്റ്? Ziegler-Natta catalyst. Ziegler-Natta catalyst. Okay. Ziegler-Natta catalyst for which one? High density polythene. Low density polythene high temperature, high pressure, normal ഏതെങ്കിലും ഒരു ഇനിഷ്യേറ്റർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കോമൺ ആയിട്ട് നമ്മൾ ഇനിഷ്യേറ്റർ ഉപയോഗിക്കും. പെറോക്സൈഡുകൾ യൂസ് ചെയ്യാറുണ്ട് ഇനിഷ്യേറ്റർ ആയിട്ട്. Then the catalyst used in the polymerization of olefin alkenes. The options are Ziegler-Natta catalyst, Wilkinson catalyst, palladium catalyst, Cessos catalyst. Okay, olefin നമ്മൾ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് Ziegler-Natta catalyst. ആൽക്കീൻസിൽ Ziegler-Natta catalyst ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. Then next question, which of the following polymer is prepared by condensation polymerization? Which among the following is condensation? Nylon 66, Teflon, rubber, styrene. Nylon 66 ആണ് condensation. Teflon is addition polymer ആണ്, റബ്ബറും അഡിഷൻ പോളിമർ ആണ്, then സ്റ്റൈറീനും അഡിഷൻ ആണ്. Buna is rubber. Which of the following 1,3-butadiene and styrene? Buna is what type? They are asking polymers, copolymer, addition, condensation polymer. Buna is ഏത് type of polymer? Copolymer. Phenol is used in the manufacture of bakelite. Okay. Teflon is a polymer. The monomer of Teflon is obtained by the polymerization of tetrafluoroethene. Teflon in the monomer ആണ് tetrafluoroethene. Then terylene. Terylene is a polymer of terylene. Polyamide. No, terylene is a എന്നാണ്. What type of polymer എന്നാണ്? Polyamide ആണോ, polyester ആണോ, polyethylene ആണോ, polypropylene ആണോ? Terylene. Dacronോ terylene എന്നാണ്. So polyester. ഡാക്രോണിന്റെ മറ്റൊരു പേരാണ് ടെർലീൻ. ടെർലീന്റെ മോണോമർ ഏതൊക്കെയാണ്? എത്തിലീൻ ഗ്ലൈക്കോളും ടെറിപ്താലിക് ആസിഡ്. Then Orlone is a polymer of Orlone. Acrylonitrile. Acrylonitrile കോമൺ ആയിട്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് ഓർലോൺ. അക്രിലോനൈട്രിൽ, പോളി അക്രിലോനൈട്രിൽ. അക്രിലോനൈട്രിന്റെ പോളിമർ ആണ് ഓർലോൺ. പോളി അക്രിലോനൈട്രിൽ. എന്താണ് അക്രിലോനൈട്രിലിന്റെ സ്ട്രക്ചർ? CH2 ഡബിൾ ബോണ്ട് CH. ഈത്തീനിൽ ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ട് CN ഗ്രൂപ്പ് വരുന്നതാണ് അക്രിലോനൈട്രിൽ. What is the monomer of neoprene? Isoprenem, neoprenem, which is in 2-chloro-1,3-butadiene. Neoprene. Amylopectin is a branched polymer of amylosum, amylopectinum. Are the branched chain polymer alpha D glucose in the alpha D glucose. Then which of the following pair of monomers are used for the preparation of PHBB? ഇപ്പോൾ പറഞ്ഞു നിർത്തിയ ലാസ്റ്റ് PHBB. PHBB വാട്ട് ടൈപ്പ്? ബയോഡിഗ്രേഡബിൾ. ഏതാണ് മോണോമർ? ബീറ്റാ ഹൈഡ്രോക്സി ബ്യൂട്ടനോയിക് ആസിഡ് ആൻഡ് ബീറ്റാ ഹൈഡ്രോക്സി പെന്റനോയിക് ആസിഡ്. ബീറ്റായ്ക്ക് പകരം നമ്പർ കൊടുക്കുകയാണെങ്കിൽ
3-hydroxybutanoic acid and 3-hydroxypentanoic acid. What is the monomer of nylon 6? Yes, caprolactam. Caprolactam obtained from which molecule? Cyclohexane. Cyclohexane oxidation, then hydroxylamine, and finally it undergone rearrangement. What is the rearrangement? Beckmann's rearrangement. അങ്ങനെയാണ് നമുക്ക് caprolactam കിട്ടുന്നത്. Okay. Which of the following is not true? Vulcanization, the rubber becomes hard and stronger. Okay, vulcanization നടത്തുന്നത് റബ്ബറിനെ ഹാർഡ് ആക്കാനാണ്. Then natural rubber has trans configuration of every double bond. Natural rubber trans configuration ആണ് ഡബിൾ ബോണ്ടിന്റെ. നാച്ചുറൽ റബ്ബർ ട്രാൻസ് ആയിരുന്നോ? അല്ല, ട്രാൻസ് ഗട്ടാപ്പർച്ചിയാണ്. സിസ് ഐസോമർ ആണ് നാച്ചുറൽ റബ്ബർ. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ റോങ് ആയിരുന്നു. ദെൻ തേർഡ് അവർ തന്നിരിക്കുന്നത് ബ്യൂണായിസ് കോപോളിമർ ഓഫ് ബ്യൂട്ടീൻ ആൻഡ് സ്റ്റൈറീൻ. ഇറ്റ് ഈസ് കറക്റ്റ്, കോപോളിമർ ആണ് ബ്യൂട്ടീൻ്റെ സ്റ്റൈറീൻ്റെ. നാച്ചുറൽ റബ്ബർ ഈസ് 1,4 പോളിമർ ഓഫ് ഐസോപ്രിൻ. കറക്റ്റ്, 1,4 പോളിമർ ആണ്. പക്ഷേ സിസ് ഐസോമർ ആണ് നാച്ചുറൽ റബ്ബർ. ദ നെക്സ്റ്റ് വൺ, which of the following statement is not true about low density polythene? Low density polythene, tough, hard, pure conductor, highly branched structure. Which of the following statement is not true? Which is not true about low density polythene? Low density polythene, we are using high temperature and high pressure. Okay, so branching will occur, it is not highly branched. Okay, branching will be there due to that high temperature and pressure. Low density polythene, when you are writing, branching occurs. കാരണം രണ്ട് കാർബണാറ്റേ ഉള്ളൂ ഇതിനകത്ത്. ഇപ്പോൾ ചെറിയ ബ്രാഞ്ചസേ വരൂ, ഹൈലി ബ്രാഞ്ചഡ് വരില്ല. ഇവിടെ ഹൈലി ബ്രാഞ്ചഡ് എന്നുള്ള ഓപ്ഷനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് എ റോങ് ഓപ്ഷൻ. വിച്ച് ഓഫ് ദ ഫോളോവിംഗ് സെറ്റ് ഫോംസ് ബയോഡിഗ്രേഡബിൾ പോളിമർ? ബയോഡിഗ്രേഡബിൾ പോളിമർ നമ്മൾ പഠിച്ചത് PHBBയും നൈലോൺ 2, നൈലോൺ 6, നൈലോൺ 2, നൈലോൺ 5. Yes, nylon 2, nylon 6 option കൊടുത്തിട്ടുണ്ട്. That is correct option. Which of the following is not an example of addition polymer? Polythene, polystyrene, neoprene, terline. Terline is not an addition polymer. Then next question. Consider the following statement. Tensile strength of vulcanized rubber is almost 10 times more than that of normal rubber, raw rubber. Elasticity of raw rubber is very high. Elasticity of rubber is very high. Which are the correct statement? Both the statement are correct or both are wrong? What is the first statement? Tensile strength of vulcanized rubber is almost 10 times higher than that. Actually, vulcanized rubber ആകുമ്പോൾ tensile strength കൂടുതലാണ്. Almost 10 times higher than natural rubber. It is the correct statement. Elasticity of raw rubber is very high. Elasticity raw rubber purify ചെയ്ത rubber elasticity is not very high. Okay, so second statement is wrong and first statement is correct. Which of the following pair is not correct? Which of the following pair is not correct? Pairs are terline, condensation polymer of terephthalic acid and ethylene glycol. Terephthalic acid and ethylene glycol ആണ് terline. It is a correct statement. Then Teflon, that is tetrafluoroethane, thermally stable cross-linked polymer of phenol and formaldehyde. Teflon is not a cross-linked polymer, not phenol and formaldehyde. Teflon is tetrafluoroethane, simple addition polymer ആണ് Teflon. So second one wrong ആണ്. Then Perpex, homopolymer of methyl methacrylate. Yes, Perpex. Then polymer on the Perpex, polymer of methyl methacrylate. You know acrylic acid? Acrylic acid, methyl methacrylate. Methyl methacrylate. CH2 double bond CH COOH. Then acrylic acid. Methyl methacrylate. ഇവിടെ methyl group CH3. Ester part, this CH3. ഇതാണ് methyl methacrylate. പെർപെക്സിന്റെ മോണോമർ ആണ് ഇത്. methyl methacrylate. polymethyl methacrylate. PMMA in the short form നമ്മൾ എഴുതാറുണ്ട്. PMMA. Then next question. The monomer used for the manufacture of PVC is obtained by the addition of
HCl on acetylene in the presence of mercuric salt, chlorine to acetylene, HCl to ethylene, chlorine to ethylene. The question is, the monomer used for the manufacture of PVC. PVC the monomer area. Okay. Chloroethene or chloroethylene. How it is getting? It is getting obtained by HCl to acetylene in the presence of mercuric salt. Acetylene at HCl add ചെയ്യും. HCl ആഡ് ചെയ്താണ് നമുക്ക് 2 പ്രാവശ്യം HCl അഡിഷൻ നടന്നാണ് നമുക്ക് ക്ലോറോഈഥീൻ കിട്ടുന്നത്. മെർക്കുറിക് സാൾട്ട് യൂസ് ചെയ്യുമ്പോൾ ദാറ്റ് അഡിഷൻ ഈസ് കൺട്രോൾഡ്. ഇപ്പോൾ ഒറ്റ പ്രാവശ്യം 2 പ്രാവശ്യം അഡിഷൻ നടന്നാൽ 2 ക്ലോറിൻ വരും, സാച്ചുറേറ്റഡ് ആവും. ഇവിടെ അൺസാച്ചുറേറ്റഡ് ആണ്, അപ്പം അഡിഷൻ മസ്റ്റ് ബി കൺട്രോൾഡ്. ഒറ്റ മോളിക്യൂൾ HCl ആഡ് ചെയ്യാൻ പാടുള്ളൂ ഈഥീനകത്ത്. ദാറ്റ് ഈസ് വൈ വി ആർ യൂസിങ് മെർക്കുറിക് സാൾട്ട് there. Okay, so the monomer of PVC is obtained by adding HCl to acetylene in the presence of mercuric salt. In Buna S stands for styrene. Which of the following is not an example of chain growth polymer? Chain growth polymer. Neoprene, Buna S, PMMA, glypthal. Step growth polymer and condensation polymer and bakiyella addition. Then, which of the following is used in tire cord? Tire in the code, CORDS, tire codes. Which polymer we are using for making tire codes? Then, options are terylene, bakelite, rubber, nylon. Answer is bakelite. Tire cord in a bakelite ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. Then, the process involving heating rubber with sulfur is called vulcanization. The plastic household crockery is prepared by using melamine and tetrafluoroethane, malonic acid and hexamethylene diamine, melamine and vinyl acetate, melamine and formaldehyde. Crockery items is melamine and tetrafluoroethane. Melamine, formaldehyde, resin. ഇതെല്ലാം നമ്മൾ ക്രോക്കറി ഐറ്റംസ് യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. മോണോമറാണ് മെലാമിൻ്റെ പോളിമോസ്. മെലാമിൻ ക്രോക്കറി ഐറ്റംസ്. ക്രോക്കറി ഐറ്റംസ് അറിയാലേ, ഷോർട്ട് കേസിൽ കീപ്പ് ചെയ്യുന്നത്. നോട്ട് ബ്രേക്കബിൾ, നോട്ട് ഈസി ബ്രേക്കബിൾ. The process involving heating or rubber with sulfur. Okay, vulcanization. What is the percentage of sulfur used in vulcanized rubber? Vulcanized rubber, what percentage of sulfur we are using? How many percentage I mentioned? 5% to 30%. 5% ആണ് നമ്മൾ എറൈസറും റബ്ബർ ബാൻഡും എല്ലാം യൂസ് ചെയ്യുന്നത്. 30% ആണ് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നത്. ടയർ ഇൻഡസ്ട്രിയിൽ 30%, 5 to 30. Which of the following is not a semi-synthetic polymer? Not a semi-synthetic polymer. First one is 6-polyisoprene, cellulose acetate, vulcanized rubber. So polyisoprene. Okay. So next polymers, the last part we have to study regarding the molecular mass of polymers. പോളിമോസിന്റെ മോളിക്കുലർ മാസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും ഒരു ഫിക്സഡ് ആയിട്ടുള്ള മോളിക്കുലർ മാസ് പോളിമോസിന് എടുക്കാൻ പറ്റില്ല. ലാർജ് നമ്പർ ഓഫ് മോണോമർ യൂണിറ്റ് ചേർന്നാണ് പോളിമർ ഉണ്ടാകുന്നത്. ലാർജ് നമ്പർ എന്ന് പറയുമ്പോൾ എത്ര നമ്പർ വേണമെങ്കിലും ആവാം. സോ ദർ ഇസ് നോ ഫിക്സഡ് മോളിക്കുലർ മാസ്. അപ്പം നൈലോൺ 6 നൈലോൺ 6 അല്ലെങ്കിൽ PVC മോളിക്കുലർ മാസ് വി കനോട്ട് പ്രെഡിക്റ്റ് ബിക്കോസ് ലാർജ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ആർ ജോയിനിങ്. എത്ര ആണെങ്കിലും ആവാം ലാർജ് നമ്പർ. ബട്ട് we can calculate the molecular mass of polymers in 2 different ways. One is number average molecular mass, മറ്റൊന്ന് mass average molecular mass. Number of particles which M1N1 plus M1N1 plus M2N2 plus etc. by numbers N1 plus N2 plus etc. number average. അതേപോലെ next one we can calculate with the mass average. Mass into molar mass into mass of 1. ഇനി മാസിനെ നമുക്ക് നമ്പർ ഓഫ് മോൾസിലേക്ക് മാറ്റാം. ഗിവൺ മാസ് ബൈ മോളാർ മാസ്. അങ്ങനെ നമ്മൾ മാസ് ആവറേജ് ഈ എമ്മിന് നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് ബൈ മോളിക്കുലാർ മാസ്. സോ എം ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു എം എന്ന് വരും. ഇപ്പോൾ ഇവിടെ M1 M2 പ്ലസ് എക്സെട്ര ബൈ ടോട്ടൽ മാസ് M1 പ്ലസ് M2 പ്ലസ് എക്സെട്ര. ഇനി M1 നമ്മൾ എന്ത് കൊടുക്കും? N1 M1. അപ്പോൾ ഇവിടെ വരും M1 square into N1 plus M2 square into N2 plus etc. by N1 plus N2 plus mass M1 plus M2 plus M3 plus etc. എന്ന് പോകും. ഇതാണ് മാസ് ആവറേജും നമ്പർ ആവറേജും. ഞാൻ രണ്ട് രീതിയിൽ കണ്ടുപിടിക്കാം. കാരണം
ഫിക്സഡ് നമ്പർ ഇല്ല, എത്ര നമ്പർ വേണമെങ്കിലും കമ്പൈൻ ചെയ്യാം. അങ്ങനെയാണ് നമുക്ക് രണ്ട് രീതിയിൽ മോളിക്കുലാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാം പോളിമോസിന്. ഇതിന്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ വെയിറ്റ് ആവറേജ് മോളിക്കുലാർ മാസ് ബൈ നമ്പർ ആവറേജ് മോളിക്കുലാർ മാസ്, ദാറ്റ് ഈസ് കാൾഡ് പോളി ഡിസ്പോസ് ഇൻഡെക്സ് ഓഫ് പോളിമർ, പോളി ഡിസ്പോസിറ്റി ഇൻഡെക്സ്, PDI വാല്യൂ. നമുക്കിപ്പോൾ ഒരു പോളിമർ കിട്ടിയിട്ട് അതിന്റെ PDI വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് PDI വാല്യൂ 1 ആണെങ്കിൽ ദാറ്റ് പോളിമേഴ്സ് ആർ നാച്ചുറൽ പോളിമർ. എല്ലാ നാച്ചുറൽ പോളിമറിന്റെയും PDI വാല്യൂ എത്ര ആയിരിക്കും? 1. എന്നാൽ സിന്തറ്റിക് പോളിമേഴ്സിന്റെ PDI വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ PDI വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റിയാൽ 1 വന്നാൽ നമുക്ക് മാർക്ക് ചെയ്യാം ദാറ്റ് ഈസ് എ നാച്ചുറൽ പോളിമർ. ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ സിന്തറ്റിക് പോളിമർ. ഓക്കെ, ഇപ്പൊ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറുള്ളത്. സിമ്പിൾ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ബൈ ഹാർട്ട് പഠിച്ചാൽ മതി. ഏത് ടൈപ്പ് ആണെന്നും എന്താണ് അതിന്റെ യൂസേജും പഠിക്കണം. ഓരോന്നിനും യൂസേജും ചോദിക്കാം. എമംഗ് ദ ഫോളോയിങ് വിച്ച് വൺ ഈസ് യൂസ്ഡ് ഫോർ ദിസ് പർപ്പസ് എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ എഴുതാൻ പറ്റണം. അങ്ങനെ കുറച്ച് വായിച്ചു വെച്ചിരുന്നത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് എപ്പോഴും ചോദിക്കാറുള്ളത്. പിന്നെ ഈ PDI വാല്യൂ ജസ്റ്റ് ഓർത്തിരിക്കും. ഓക്കെ, സോ no time is there, so speed up without losing a single second. You have to practice. Then now I am going to discuss the next topic, that is biomolecules. Biomolecule also too much content is there. If you are a biology student, you no need to study anything there. All you know, you already studied there in biology also all this content. And biomolecule ചാപ്റ്ററിൽ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് കാർബോഹൈഡ്രേറ്റുകളെ കുറിച്ചാണ്. കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ ദാറ്റ് കണ്ടെയ്ൻ പോളിഹൈഡ്രോക്സി ഗ്രൂപ്പ് ഉണ്ടായിരിക്കും ആൻഡ് ആൻ ആൽഡിഹൈഡ് ഓർ എ കീറ്റോൺ. പോളിഹൈഡ്രോക്സി ഒപ്റ്റിക്കലി ആക്റ്റീവ് ആൽഡിഹൈഡ്സ് or ketones are commonly called carbohydrate. The aldehyde is the function group, they are called aldoses, and ketone is the function group, they are called ketoses. അല്ലെ, നമ്മൾ ആൽഡോസിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. കാർബോഹൈഡ്രേറ്റിൽ ആദ്യം നമ്മൾ ആൽഡോസിനെയും കീറ്റോസിനെയും കുറിച്ചാണ് മെയിനായിട്ട് പഠിക്കുന്നത്. അതിൽ ആദ്യം നമ്മൾ ക്ലാസിഫിക്കേഷൻ ആണ് പഠിച്ചത്. കാർബോഹൈഡ്രേറ്റിന്റെ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഹൈഡ്രോളിസിസ്. ഒരു കാർബോഹൈഡ്രേറ്റിനെ ഹൈഡ്രോളൈസ് ചെയ്യുമ്പം അത് സിംഗിൾ മോണോമർ യൂണിറ്റ് ആയിട്ട് മാറും, ചിലപ്പോൾ മാറാതെ ഇരിക്കും. ഒരു കാർബോഹൈഡ്രേറ്റിനെ ഹൈഡ്രോളൈസ് ചെയ്യുമ്പം അവൻ ഡീകമ്പോസ് ചെയ്ത് സിംഗിൾ മോണോമർ യൂണിറ്റ് ആയിട്ട് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് കാർബോഹൈഡ്രേറ്റ് ഈസ് കോൾഡ് മോണോസാക്രൈഡ്. ഹൈഡ്രോളിസിന്റെ ബേസിൽ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്ത് മോണോസാക്രൈഡ്, ഒലിഗോസാക്രൈഡ്സ് ആൻഡ് പോളിസാക്രൈഡ്സ്. ഒലിഗോസാക്രൈഡ് ആകുമ്പോൾ ഒരു കാർബോഹൈഡ്രേറ്റിനെ ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ 2 to 10 മോണോമർ യൂണിറ്റ് കിട്ടുവാണെങ്കിൽ അവനെ വിളിക്കുന്ന പേരാണ് ഒലിഗോസാക്രൈഡ്സ്. പോളിസാക്രൈഡ്സ് വിൽ ബി ഗെറ്റിംഗ് ലാർജ് നമ്പർ ഓഫ് മോണോമർ യൂണിറ്റ്. ഇപ്പൊ മോണോസാക്രൈഡ്സിന് എക്സാമ്പിൾ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, മോണോസാക്രൈഡ്സ്. ദെൻ ഒലിഗോസാക്രൈഡ്സ് നമ്മൾ എക്സാമ്പിൾ പഠിച്ചത് സുക്രോസ്, ലാക്ടോസ്, മാൾട്ടോസ്. ദെൻ പോളിസാക്രൈഡ്സ് സ്റ്റാർച്ച്, സെല്ലുലോസ്, ഗ്ലൈക്കോജൻ, പ്രോട്ടീൻസുകളെല്ലാം പോളിസാക്രൈഡ്സിൽ വരുന്നതാണ്. ഓക്കെ, പിന്നെ നമ്മൾ ഗ്ലൂക്കോസും ഫ്രക്ടോസും ആണ് മെയിനായിട്ട് മോണോസാക്രൈഡ്സിൽ പഠിച്ചത്. ഗ്ലൂക്കോസിന്റെ ഫ്രക്ടോസിന്റെ പ്രിപ്പറേഷൻ. ഓക്കെ, ആദ്യത്തെ ഗ്ലൂക്കോസിന്റെ പ്രിപ്പറേഷൻ നമ്മൾ ആദ്യം പഠിച്ചത് സ്റ്റാർച്ച് പോളിമർ ആണ്. സ്റ്റാർച്ചിന്റെ ഹൈഡ്രോളിസ് നടത്തുമ്പോൾ നമുക്ക് ഗ്ലൂക്കോസ് കിട്ടും. ഷുഗറിന്റെ ഹൈഡ്രോളിസ് എടുക്കാം വിത്ത് പ്രസൻസ് ഓഫ് HCl കാറ്റലിസ്റ്റ് ഉണ്ട്. ഗ്ലൂക്കോസും ഫ്രക്ടോസും അത് നമുക്ക് ഗ്ലൂക്കോസിനെ സെപ്പറേറ്റ് ചെയ്യാം. എത്തനോള് അതിനകത്ത് ഫ്രക്ടോസ് ഡിസോൾവ് ചെയ്യും, ഗ്ലൂക്കോസ് ഡിസോൾവ് ചെയ്യൂല. പിന്നെ ഗ്ലൂക്കോസിന് നമ്മൾ ഓപ്പൺ ചെയിൻ സ്ട്രക്ചറും പഠിച്ചു, റിംഗ് സ്ട്രക്ചറും പഠിച്ചു. ഓപ്പൺ ചെയിൻ സ്ട്രക്ചർ ഏത് റിയാക്ഷൻ വെച്ചാണ് നമ്മൾ ഓപ്പൺ ചെയിൻ സ്ട്രക്ചർ പഠിച്ചതെന്ന് വെച്ചാൽ ഓൺ ദി ബേസ് ഓഫ് റിഡക്ഷൻ വിത്ത് HI ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്തപ്പോൾ എന്താ കിട്ടിയത് നമുക്ക്? cyclohexane. That reaction indicated that there are 6 carbon atoms connected as a straight chain in glucose. Then glucose in another aldehyde group. And how we can identify on oxidation with the bromine water? We will be getting gluconic acid. That indicates that aldehyde group. Then glucose contain a primary alcoholic group. How we can verify reaction with the nitric acid? A strong oxidizing agent we will be getting what acid? Saccaric acid. 2 COH group മുകളിലും താഴെയും. CHOയും COH ആവും, CH2OHും COH ആവും. സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആകുമ്പോൾ ആൽഡിഹൈഡും ആസിഡ് ആവും, പ്രൈമറി ആൽക്കഹോളും ആസിഡ് ആവും. ദെൻ ഓൺ അസറ്റിലേഷൻ വിത്ത് അസറ്റിക് anhydride 5 അസറ്റൈൽ ഡെറിവേറ്റീവ് ആണ് നമുക്ക് കിട്ടിയത്. സോ ദാറ്റ് ഇൻഡിക്കേറ്റ് ദാറ്റ് 5 OH ഗ്രൂപ്പ് ആർ there in glucose. On the basis of this one we introduced an open chain structure of glucose. Then
ഗ്ലൂക്കോസിനകത്ത് ഫ്രീ ആൽഡിഹൈഡ് ഗ്രൂപ്പ് CH ഗ്രൂപ്പ് ഫ്രീ ആയിട്ട് നിൽക്കുന്നു. എന്നാൽ നമ്മൾ ആൽഡിഹൈഡ് പഠിച്ച പല റിയാക്ഷൻസും ഗ്ലൂക്കോസ് തരുന്നില്ല. ബൈസൾഫേറ്റ് അഡിഷൻ റിയാക്ഷൻ വി ആർ നോട്ട് ഗെറ്റിംഗ് എനി പ്രോഡക്റ്റ്. ഷിപ്സ് ടെസ്റ്റ് വി ആർ നോട്ട് ഗെറ്റിംഗ് എനി ചേഞ്ച്. But some reactions are not given by glucose. So that time we analyze what happened to that glucose that time. So that time glucose form a cyclic structure. A free ആയിട്ടുള്ള ആൽഡിഹൈഡ് ഗ്രൂപ്പ് 5th കാർബൺ ആറ്റോമായിട്ട് ചേർന്ന് ഒരു റിംഗ് സ്ട്രക്ചർ ഫോം ചെയ്യിച്ചു. C1 C5 C1 ഉം C5 ഒരു സൈക്ലിക് സ്ട്രക്ചർ ഫോം ചെയ്തു. The structure is similar to that of the organic molecule pyranose. So pyranose structure of glucose. ആ pyranose structureൽ ഫസ്റ്റ് കാർബൺ ആറ്റത്തിൽ H ഉം OH. ആ ഫസ്റ്റ് കാർബണിൽ OH റൈറ്റ് ആണെങ്കിൽ അതിനെ ആൽഫ ഗ്ലൂക്കോസ് എന്ന് വിളിക്കും. OH ലെഫ്റ്റിലാണെങ്കിൽ ബീറ്റ ഗ്ലൂക്കോസ്. അപ്പോൾ ആൽഫ ബീറ്റ ഫോം ദാറ്റ് ഡിഫർ വിത്ത് റെസ്പെക്ട് ടു ഓൺലി വൺ കാർബൺ ആറ്റം. സച്ച് ഐസോമോസ് ആർ കാൾഡ് അനോമോസ്. ഇപ്പോൾ ആൽഫ ഗ്ലൂക്കോസും ബീറ്റ ഗ്ലൂക്കോസും എന്താണ്? അനോമോസ് ആണ്. ബിക്കോസ് ദേ ഡിഫർ വിത്ത് റെസ്പെക്ട് ടു ഓൺലി വൺ കാർബൺ ആറ്റം. അനോമോസ്. ഓക്കെ, ആൽഫ ആൻഡ് ബീറ്റ. സെയിം വേ ഫ്രക്ടോസും. ഫ്രക്ടോസിനകത്ത് ഫംഗ്ഷൻ ഗ്രൂപ്പ് കീറ്റോൺ ആണ്. ഇപ്പോൾ കീറ്റോൺ ആകുമ്പോൾ കീറ്റോൺ സെക്കൻഡ് കാർബൺ ആറ്റത്തിലേ നിൽക്കത്തുള്ളൂ. അപ്പോൾ സെക്കൻഡും ഫിഫ്ത്തും ആയിട്ട് റിംഗ് കണക്ട് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് എ 5 മെമ്പേർഡ് റിംഗ് ആണ് ഫ്രക്ടോസ്. ഇറ്റ് ഈസ് സിമിലർ ടു ദ സ്ട്രക്ചർ ഓഫ് ഫ്യൂറാൻ. സോ ഇറ്റ് ഈസ് കോൾഡ് ഫ്യൂറാനോ സ്ട്രക്ചർ ഓഫ് ഫ്രക്ടോസ്. ഫ്രക്ടോസിനകത്തും സെയിം ആൽഫ ബീറ്റ ഫോം. ആൽഫ ആകുമ്പോൾ OH റൈറ്റിൽ വരുമ്പോൾ ആൽഫ, OH ലെഫ്റ്റിൽ വരുമ്പോൾ ബീറ്റ. ആൽഫ ബീറ്റ വിത്ത് റെസ്പെക്ട് ടു ഓൺലി വൺ കാർബൺ ആറ്റം. സോ ദേ ആർ അനോമോസ്. ഇനി നമ്മൾ അടുത്ത് പഠിച്ച ഡൈസാക്രൈഡും പോളിസാക്രൈഡും. ഡൈസാക്രൈഡും പോളിസാക്രൈഡും പഠിക്കുമ്പോൾ നമുക്ക് ഡൈസാക്രൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ 2 മോണോമർ യൂണിറ്റ് കിട്ടുന്നു എന്നാണ് പഠിച്ചത്. അപ്പോൾ ആക്ച്വലി ഈ 2 മോണോമർ യൂണിറ്റ് ചേരുമ്പം നമുക്ക് ഡൈസാക്രൈഡ് കിട്ടും. ചേരുമ്പോൾ വെച്ചാൽ അവർ വാട്ടർ എലിമിനേറ്റ് ചെയ്ത് പോവുക. 2 മോണോമർ, ഇപ്പോൾ ഗ്ലൂക്കോസിന്റെ 2 ഗ്ലൂക്കോസ് മോളിക്കൂൾ ചേർന്ന് അടുത്ത് വരുമ്പോൾ 2 OH ഗ്രൂപ്പുകൾ ചേർന്ന് 2 OH ഗ്രൂപ്പ് അടുത്ത് വരുമ്പോൾ എന്ത് സംഭവിക്കും? വാട്ടർ എലിമിനേറ്റ് ചെയ്ത് പോകും. സോ ദേ കണക്റ്റഡ് ത്രൂ ഓക്സിജൻ. അങ്ങനെ 2 മോണോമറുകളെ ഓക്സിജൻ വഴി കണക്ട് ചെയ്യുന്ന ലിങ്കേജിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് glycosidic linkage. So the glycosidic linkage we can observe in all type of oligosaccharides and polysaccharides. അപ്പോൾ നമ്മൾ ഒലിഗോസാക്രൈഡും പോളിസാക്രൈഡും നമ്മൾ എടുത്തിട്ട് അവിടെ നമ്മൾ ചെയ്യേണ്ടുന്നത് അതിന്റെ മോണോമർ ഏതാണെന്ന് നമ്മൾ ബൈഹാർട്ട് പഠിച്ചിരുന്നാൽ മാത്രം മതി. ഓരോന്നും എടുത്തിട്ട് മോണോമർ, ആ മോണോമറിനെ കണക്ട് ചെയ്യണം. കണക്ട് ചെയ്യുമ്പോൾ 2 OH ഗ്രൂപ്പ് ചേർന്ന് വാട്ടർ പോകുന്നു. അപ്പോൾ ഏതൊക്കെ കാർബണിലെ 2 OH ഗ്രൂപ്പാണ് കണക്ട് ചെയ്യുന്നത് അതും അറിയണം, മോണോമറും അറിയണം. അപ്പൊ നമുക്ക് കോമൺ ആയിട്ട് പഠിച്ചു. ഇപ്പൊ ഡൈസാക്രൈഡിൽ നമ്മൾ പഠിച്ചത് സൂക്രോസ് പഠിച്ചു, ലാക്ടോസ് പഠിച്ചു, മാൾട്ടോസ് പഠിച്ചു. ഇപ്പൊ മാൾട്ടോസ് എടുക്കുകയാണെങ്കിൽ 2 ആൽഫ ഡി ഗ്ലൂക്കോസിന് 2 ആൽഫ ഡി ഗ്ലൂക്കോസ് മോളിക്കൂൾ അപ്രോച്ച് ചെയ്യുന്നു. അപ്പം ഫസ്റ്റ് മോളിക്കൂളിലെ 1ാമത്തെ കാർബണിലെ OH-ഉം 2ാമത്തെ മോളിക്കൂളിലെ 4ാമത്തെ കാർബണിലെ OH-ഉം ചേർന്ന് വാട്ടർ എലിമിനേറ്റ് ചെയ്ത് പോകും. അപ്പൊ അവിടെ ഗ്ലൈക്കോസ് ലിങ്കേജ് ആരൊക്കെ കാർബണില്ല? C1 C4. അത് നമ്മൾ അറിഞ്ഞിരിക്കണം കറക്റ്റ് ആയിട്ട്. ഏത് കാർബൺ ആറ്റങ്ങൾ തമ്മിൽ ഗ്ലൈക്കോസ് ലിങ്കേജ് ഫോം ചെയ്യുന്നു? C1 C4 ആണ് മാൾട്ടോസ്. അപ്പൊ മാൾട്ടോസിനെ ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്ന പ്രോഡക്റ്റ്? 2 molecules ഓഫ് ആൽഫ ഡി ഗ്ലൂക്കോസ്. അതേപോലെ സൂക്രോസ് ആൽഫ ഡി ഗ്ലൂക്കോസും ബീറ്റ ഡി ഫ്രക്ടോസും ചേർന്നാണ് മോണോമർ. അവിടുത്തെ ഗ്ലൈക്കോസ് ലിങ്കേജ് C1 C2 കാർബൺ ആറ്റം തമ്മിലാണ്. ദെൻ ലാക്ടോസിൽ ബീറ്റ ഡി ഗ്ലൂക്കോസും ബീറ്റ ഡി ഗാലക്ടോസും ആണ്. ഗാലക്ടോസ് എന്ന് പറയുമ്പോൾ ഗ്ലൂക്കോസിന്റെ ഒരു മോണോമർ തന്നെയാണ്. ആൽഫ ഡി ഗ്ലൂക്കോസ് എഴുതിയിട്ട് അതിൽ 4th കാർബണിലെ H-നെയും OH-നെയും നമ്മൾ തിരിച്ചെഴുതിയാൽ നമുക്ക് കിട്ടുന്ന മോളിക്കൂളാണ് ഗാലക്ടോസ്. ആൽഫയിലാണ് ചെയ്യുന്നെങ്കിൽ ആൽഫ ഗാലക്ടോസ്, ബീറ്റയിലാണ് ചെയ്യുന്നെങ്കിൽ ബീറ്റ ഗാലക്ടോസ്. അങ്ങനെ 3 ഡൈസാക്രൈഡും അതിന്റെ മോണോമർ ഗ്ലൈക്കോസിഡിക് ലിങ്കേജും ഏതൊക്കെ കാർബൺ ആറ്റങ്ങൾ തങ്ങളിലാണ് കണക്ട് ചെയ്യുന്നത്? വാട്ടർ എലിമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർ ഓക്സിജൻ ആറ്റം വഴിയാണ് കണക്ട് ചെയ്യുന്നത്. ദെൻ ഗോ ടു പോളിസാക്രൈഡ്സ്. നമുക്ക് പഠിക്കാനുള്ള പോളിസാക്രൈഡ് നിങ്ങൾ പഠിച്ചത് ഒന്ന് സ്റ്റാർച്ച്. സ്റ്റാർച്ചിന് 2 കമ്പോണന്റ് ആണുള്ളത്, അമിലോസും അമിലോപെക്റ്റിനും. അമിലോസ് is the linear chain polymer of alpha D glucose in which the glycose linkage is between C1 and C4 carbon atom, and amylopectin is the branched chain polymer in which the glycose linkage takes place, branching takes place between C1 and C6. ഒന്നാമത്തെ ലെയറിലെ ഫസ്റ്റ് കാർബണും അടുത്ത ലെയറിന്റെ 6th കാർബണും തമ്മിൽ ലിങ്കേജ് വരുന്നതാണ് അമിലോപെക്റ്റിൻ. അമിലോസും അമിലോപെക്റ്റിനും ഇത് രണ്ടുമാണ് സ്റ്റാർച്ചിന്റെ കമ്പോണന്റ്. അമിലോസ് എന്ന് പറയുന്നത് വാട്ടർ സോളുബിൾ പാർട്ടും അമിലോപെക്റ്റിൻ എന്ന് പറയുന്നത് വാട്ടർ ഇൻസോളുബിളും ആണ്. വാട്ടർ സോളുബിൾ അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് 15 to 20% അമിലോപെക്റ്റിൻ 80 to 85% ആണ്. ഓക്കെ, ദെൻ ഗ്ലൈക്കോജൻ മോണോമർ എന്ന് പറയുന്നതും സെയിം ഗ്ലൂക്കോസിന്റെ തന്നെയാണ്. C1 C4 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. ഓക്കെ, അപ്പൊ
നമുക്ക് എക്സാമ്പിൾസ് ആയിട്ട് എടുക്കാം, ഒരുപാട് എണ്ണം വേണമെങ്കിൽ എടുക്കാം. പോളിസാക്കറൈഡ്സ്, അതിൽ നമ്മൾ ഏതാണ് മോണോമർ, വാട്ട് വിൽ ബി ദ ഗ്ലൈക്കോസ് ലിങ്കേജ്, വിച്ച് കാർബൺ ആറ്റങ്ങൾ തങ്ങളിലാണ് ഗ്ലൈക്കോസ് ലിങ്കേജ് ഫോം ചെയ്യുന്നത് എന്നുള്ളത് ബൈ ഹാർട്ട് പഠിച്ചിരിക്കണം എല്ലാം. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് ആ ചാപ്റ്ററിനകത്ത് നമ്മൾ പഠിച്ചത് അമിനോ ആസിഡുകളെ കുറിച്ചാണ്. അമിനോ ആസിഡ് ബയോളജിയിലെല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് പഠിച്ചിട്ടുണ്ടാണ്. അമിനോ ആസിഡ് NH2 ഗ്രൂപ്പും COH ഗ്രൂപ്പും. അമിനോ ആസിഡ് എസെൻഷ്യൽ അമിനോ ആസിഡും ഉണ്ട്, നോൺ എസെൻഷ്യൽ. നമ്മളുടെ ബോഡിയിൽ തനിയെ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ബോഡി തന്നെ ഇനിഷ്യേറ്റ് ചെയ്തെടുക്കുന്ന അമിനോ ആസിഡുകളുണ്ട്. ദാറ്റ് ഈസ് നോൺ എസെൻഷ്യൽ. എസെൻഷ്യൽ മീൻസ് നമ്മൾ ഡയറ്റിലൂടെ കൊടുക്കേണ്ടുന്ന അമിനോ ആസിഡുകളാണ് എസെൻഷ്യൽ അമിനോ ആസിഡ്. അമിനോ ആസിഡ് ആർ ഫോർ ദി സിന്തസിസ്, പ്രോട്ടീൻ സിന്തസിസിലെ മെയിൻ കമ്പോണന്റ് ആണ് അമിനോ ആസിഡ്. ബോഡിയിലെ എല്ലാ പ്രോട്ടീൻ സിന്തസിസ് ചെയ്യുന്നതും. ഓക്കെ, ദെൻ ന്യൂക്ലിക് ആസിഡിന്റെ സിന്തസിസിലും അമിനോ ആസിഡുകളാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ അമിനോ ആസിഡ് വൺ ഓഫ് ദി എസെൻഷ്യൽ പാർട്ടാണ് ബോഡിയുടെ. അപ്പോൾ അത് എസെൻഷ്യലും ഉണ്ട്, നോൺ എസെൻഷ്യലും ഉണ്ട്. അതേപോലെ അമിനോ ആസിഡിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഓൺ ദി ബേസിസ് ഓഫ് NH2 ഗ്രൂപ്പ് ആൻഡ് COH ഗ്രൂപ്പ്. NH2 ഗ്രൂപ്പ് കൂടുതലാണെങ്കിൽ ബേസിക്, COH ഗ്രൂപ്പ് കൂടുതൽ വരുന്നതാണെങ്കിൽ അസിഡിക് അമിനോ ആസിഡ്. രണ്ടും ഒരേ എണ്ണമാണെങ്കിൽ, ഒരു അമിനോ ഗ്രൂപ്പും ഒരു COH ഗ്രൂപ്പും ആണെങ്കിൽ ന്യൂട്രൽ അമിനോ ആസിഡ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ എക്സാമ്പിൾസും നിങ്ങൾ പഠിക്കണം. നിങ്ങൾ ബയോളജിയിലും പഠിച്ചിട്ടുള്ളതാണ് ഈ അമിനോ ആസിഡ്സുകളെല്ലാം. അമിനോ ആസിഡുകളാണ് പ്രോട്ടീൻ സിന്തസിസിന്റെ ബേസിക് പാർട്ട് എന്ന് പറയുന്നത്, ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത്. അമിനോ ആസിഡ് മോളിക്യൂൾ ജോയിൻ ചെയ്യുമ്പോൾ ഇപ്പം അമിനോ ആസിഡിനകത്ത് ഒരു മോളിക്യൂളിനകത്ത് COH ഗ്രൂപ്പും വരും, NH2 ഗ്രൂപ്പും വരും. അപ്പോൾ ഒരു എൻഡിൽ COH ഉം വേറൊരു എൻഡിലാണ് NH2. COH എന്ന് പറയുന്ന അസിഡിക്കാണ്, NH2 എന്ന് പറയുന്നത് ബേസിക് ആണ്. അപ്പോൾ ആസിഡ് H+ കൊടുക്കും, ബേസ് എന്ത് ചെയ്യും, H+ അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ ഒരു എൻഡ് നെഗറ്റീവായിട്ട് നിൽക്കും, അടുത്ത എൻഡ് H+ അക്സെപ്റ്റ് ചെയ്ത എൻഡ് പോസിറ്റീവായിട്ട് നിൽക്കും. അങ്ങനെ ഒരു മോളിക്യൂളിന്റെ രണ്ട് എൻഡുകളിലായിട്ട് രണ്ട് ഡിസ്റ്റൻസിൽ പ്ലസും മൈനസും വരുന്നു. സാധാരണ നമ്മൾ അയോൺസ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ അടുത്തടുത്തായിട്ട് എഴുതുന്നത്. ഇത് ഡിഫറൻസ് കീപ്പ് ചെയ്ത് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്താണ് നിൽക്കുന്നത്. സച്ച് അയോൺസ് ആർ കാൾഡ് സിറ്റർ അയോൺ. സോ സിറ്റർ അയോൺ ഫോർമേഷൻ ടേക്ക് പ്ലേസ് ദെയർ ഇൻ അമിനോ ആസിഡ്സ്. അമിനോ ആസിഡിന്റെ സൊല്യൂഷനിൽ അവരെപ്പോഴും എന്തായിട്ട് നിൽക്കാറുള്ളത്, സിറ്റർ അയോൺസ് ആയിട്ടാണ് നിൽക്കാറുള്ളത്. അമീൻസിന്റെ ചാപ്റ്ററിൽ അമീൻ സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമ്മൾ സൾഫോണിക് ആസിഡ് ഗ്രൂപ്പ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. സൾഫോണിക് ആസിഡ് പാരാപൊസിഷൻ വരുമ്പോൾ അവിടെയും സിറ്റർ അയോൺ ഫോം ചെയ്യും. ആസിഡ് ഗ്രൂപ്പും ബേസിക് ഗ്രൂപ്പും ഒരേ മോളിക്യൂൾ വരുമ്പോഴാണ് അവരെന്ത് ഫോം ചെയ്യിക്കുന്ന, സിറ്റർ അയോൺ. സിറ്റർ അയോൺ ഫോർമേഷൻ നടക്കുന്ന ഒരു പർട്ടിക്കുലർ pH റേഞ്ചിലാണ്. ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് പോലെ ഒരു പർട്ടിക്കുലർ pH റേഞ്ചിലാണ് സിറ്റർ അയോൺ ഫോർമേഷൻ നടക്കുന്നത്. ഓക്കെ, ഇപ്പൊ അമിനോ ആസിഡ് ലിങ്ക് ചെയ്യുമ്പോൾ NH2 ഗ്രൂപ്പ് COH, CONH ലിങ്കേജ് പെപ്റ്റൈഡ് ബോണ്ടാണ് അവിടെ ഫോം ചെയ്യുന്നത്. കൂടുതൽ പെപ്റ്റൈഡ് ബോണ്ട് വരുമ്പോൾ അത് പോളിപെപ്റ്റൈഡ് ആവും. ലാർജ് നമ്പർ ഓഫ് പെപ്റ്റൈഡ് ബോണ്ട് വരുന്നതാണ് പ്രോട്ടീൻസ്. പോളിപെപ്റ്റൈഡ് കഴിഞ്ഞു വരുന്നതാണ് പ്രോട്ടീൻസ്. പോളിപെപ്റ്റൈഡ് എന്ന് പറയുമ്പോൾ ലാർജ് നമ്പർ ഓഫ് അമിനോ ആസിഡ് മോളിക്യൂൾ ജോയിൻ ചെയ്യുന്നതാണ്. എന്നാൽ തൗസൻഡ്സ് ഓഫ് അമിനോ ആസിഡ്സ് മോളിക്യൂൾ ചേർന്ന് ലാർജ് നമ്പർ ഓഫ് അമിനോ ആസിഡുകൾ ചേർന്നുണ്ടാകുന്നതാണ് പ്രോട്ടീൻസ്. ദെൻ പ്രോട്ടീൻസിനെ കുറിച്ച് നിങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് ബയോളജിയിലും പഠിച്ചു, കെമിസ്ട്രിയിലും നിങ്ങൾ പഠിച്ചു. പ്രോട്ടീൻസിന്റെ ക്ലാസിഫിക്കേഷൻ ആൻഡ് പ്രോട്ടീൻസിന്റെ സ്ട്രക്ചർ. ഓക്കെ, പ്രോട്ടീന്റെ ക്ലാസിഫിക്കേഷനകത്ത് പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ആൻഡ് ക്വാട്ടേണറി. പ്രൈമറി സ്ട്രക്ചറിന്റെ ബേസ് ഉണ്ട്, ലീനിയർ ചെയിൻ ആയിട്ട് പോകുന്നതാണ് പ്രൈമറി. ഓക്കെ, ദേ ലിങ്ക്ഡ് ടുഗദർ ആസ് എ സ്ട്രെയിറ്റ് ചെയിൻ. ദെൻ സെക്കൻഡറി ആകുമ്പോൾ അതിനെന്ത് വരും, ട്വിസ്റ്റിംഗ് വരും, ഡബിൾ സ്റ്റിച്ചിങ് വരുന്നതാണ് ടെർഷ്യറി. ദെൻ ഈ ഡബിൾ സ്റ്റിച്ചിങ്ങിലെ ബ്രാഞ്ചസ് വരുന്നതാണ് ക്വാട്ടേണറി അമോണിയം സാൾട്ട്. അതിന്റെ സ്റ്റിച്ചിങ് വരുമ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴത് സ്റ്റിച്ചിങ് നടക്കുമ്പോൾ റൈറ്റിലോട്ട് ലെഫ്റ്റിലോട്ടും, അതായത് സെക്കൻഡറി സ്ട്രക്ചറിന് വീണ്ടും നമുക്ക് അതിന്റെ ഷേപ്പിനെ ബേസ് ചെയ്തുകൊണ്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ആൽഫ ഹെലിക്സും ബീറ്റ പ്ലേറ്റഡും. ആൽഫ ഹെലിക്സും ബീറ്റ പ്ലേറ്റഡിലും അവർ ഇന്ററാക്ട് ചെയ്യുന്നത് എന്ത് ബോണ്ട് വഴിയാ, ഹൈഡ്രജൻ ബോണ്ട്. CO ഗ്രൂപ്പും NH ഗ്രൂപ്പും തമ്മിൽ ഒരു ലെയറിന്റെ COയും അടുത്ത ലെയറിന്റെ NH ആയിട്ടാണ് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നത്. ദാറ്റ് ഈസ് എ വേ ദാറ്റ് വിൽ എക്സിസ്റ്റ്. ആൽഫ ഹെലിക്സും ബീറ്റ പ്ലേറ്റഡും. പ്രൈമറിക്കും സെക്കൻഡറിക്കും ഉള്ള എക്സാമ്പിൾസും പഠിക്കണം. Okay, these are the different classification, different branches of proteins. Then proteins in a classify cheyirikkunna what are the different types of proteins? ചോദിച്ചാൽ two types. ഏതൊക്കെയാ, ഫൈബ്രസും ഗ്ലോബുലാർ. ഗ്ലോബുലാർ പ്രോട്ടീനും ഫൈബ്രസ് പ്രോട്ടീനും എക്സാമ്പിൾസ് എല്ലാം അറിയാമല്ലോ. ബയോളജി സ്റ്റുഡൻസ് ആകുമ്പോൾ നോ പ്രോബ്ലം. കമ്പ്യൂട്ടർ സയൻസുകാർക്കേ ഉള്ളൂ കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്നത്. അപ്പോൾ അവർ കൂടുതൽ സമയം എടുത്തൊന്ന് പഠിക്കാൻ നോക്കുക. ഓക്കെ, ദെൻ ബയോളജിക്കാർ ഇതെല്ലാം പഠിച്ചിട്ടുള്ളതാണ്. പ്രോട്ടീൻ 11th പഠിച്ചു നിങ്ങൾ. RNA, DNA, ന്യൂക്ലിക് ആസിഡും എല്ലാം പഠിച്ചതാണ്. ഓക്കെ, ദെൻ ഇപ്പോൾ അടുത്ത് നമ്മൾ പ്രോട്ടീൻ കഴിഞ്ഞിട്ട് ഇതിനകത്ത് നമ്മൾ അടുത്ത് പഠിച്ചത് വൈറ്റമിൻസ് ആണ്. വൈറ്റമിൻസിന്റെ ക്ലാസിഫിക്കേഷൻ, വാട്ടർ സോളുബിളും ഫാറ്റ് സോളുബിൾ. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഒരു ടേബിൾ കോളവും അതിൻ്റെ സോഴ്സും ഡെഫിഷ്യൻസി ഡിസീസും പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കണം, വേറെ ഓപ്ഷൻ ഇല്ല.
വാട്ടർ സോളുബിൾ വൈറ്റമിൻ ഉണ്ട്, വാട്ടർ ഇൻസോളുബിൾ വൈറ്റമിൻ ഉണ്ട്. ഏതൊക്കെ വാട്ടർ സോളുബിൾ, ഏതൊക്കെ വാട്ടർ ഇൻസോളുബിൾ അല്ലെങ്കിൽ ഫാറ്റ് സോളുബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് ഏതൊക്കെ, അതിന്റെ ഡെഫിഷ്യൻസി ഡിസീസുകൾ ഏതൊക്കെ, സോഴ്സുകൾ ഏതൊക്കെ. ഓക്കെ, ദെൻ ഫൈനലി യു സ്റ്റഡീഡ് വൺ ന്യൂക്ലിക് ആസിഡ്, അമിനോ ആസിഡ്സ്. ഓക്കെ, അപ്പോൾ ഹെറിഡിറ്റി ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ന്യൂക്ലിക് ആസിഡ്. 2 ടൈപ്സ്, RNA-യും DNA-യും. RNA DNA-യിൽ ന്യൂക്ലിക് ആസിഡിലെ മെയിൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഏതൊക്കെയാ? ഒരു പെൻറ്റോ ഷുഗർ ഉണ്ടായിരിക്കും, പിന്നെ ഒരു നൈട്രജൻ ബേസും, പിന്നെ ഒരു ഫോസ്ഫേറ്റ് ലിങ്കേജും. പെൻറ്റോ ഷുഗർ. ഓക്കെ, റൈബോസ് ആണ് RNA-യിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. റൈബോസ് എന്ന് വെച്ചാൽ 5 മെമ്പേർഡ്. അതിൽ രണ്ടാമത്തെ കാർബണിലെ OH-നെ റിമൂവ് ചെയ്ത് OH മാറ്റിയിട്ട് H ആകും, ഡീഹൈഡ്രോക്സി. ദാറ്റ് ഈസ് DNA. ദാറ്റ് ഈസ് RNA DNA-യിലെ മെയിൻ ഡിഫറൻസ്. അതാ പെൻറ്റോ ഷുഗറിലെ ഡിഫറൻസ്. RNA-യിൽ ഒരു പെൻറ്റോ ഷുഗർ, നൈട്രജൻ ബേസും ഫോസ്ഫേറ്റ് ലിങ്കേജും. DNA-യിലും ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ്. അതായത് ആ റൈബോസില് രണ്ടാമത്തെ കാർബൺ OH ഗ്രൂപ്പ് മാറ്റിയിട്ട് H. അതിലുള്ള ഡിഫറൻസ്. പിന്നെ നൈട്രജൻ ബേസ് RNA-യിലും DNA-യിലും നിങ്ങൾക്കറിയാം എത്ര നൈട്രജൻ ബേസാണ് ഉള്ളത്? ഡിഫറൻസ് ആയിട്ടുള്ള 2 എണ്ണം. അത് കറക്റ്റ് അറിയണം, കൺഫ്യൂഷൻ കൂടാതെ. ഓക്കെ, ഇതെല്ലാം ബയോളജിക്കാർ നല്ല തറവാണ്, കാരണം ഇവരൊക്കെല്ലാം നല്ല ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾ പഠിച്ചതാണ്. RNA-യിലും DNA-യിലും ഉള്ള നൈട്രജൻ ബേസസുകൾ. ഈ നൈട്രജൻ ബേസസുകൾ കോംപ്ലിമെന്ററി ടു ഈച്ച് അതർ ആണ്, കാരണം അവർ തങ്ങളിലാണ് ഹൈഡ്രജൻ ബോണ്ട്. പക്ഷെ അതൊരു സെസീവ് സീക്വൻസിലെ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യത്തുള്ളൂ. ആരൊക്കെ തങ്ങളിലാണ് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നത്? RNA-യിലും DNA-യിലും. ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള കണ്ടന്റ് ബയോമോളിക്യൂൾസിൽ. നിങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസുകൾ എടുത്ത് പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. ടെക്സ്റ്റ് ബുക്കിലെ കണ്ടന്റ്സുകളൊന്നും കൂടെ വായിക്കുക. ഇതിനകത്ത് അവർ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ആണ് എപ്പോഴും ചോദിക്കാറുള്ളത്. കാരണം ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്, പോളിമോസ്, ഇതൊക്കെ നമ്മൾ പെട്ടെന്ന് വായിച്ച് വിടാവുന്ന ചാപ്റ്റേഴ്സ് ആണ്. പക്ഷേ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടുന്ന ചാപ്റ്റേഴ്സ് ഇതൊക്കെയാണ്. മറ്റ് ചാപ്റ്റേഴ്സിലൊക്കെ ചെസ്റ്റ് ചെയ്തും ന്യൂമറിക്കൽസുകളെല്ലാം ഞാൻ ചോദിക്കുമ്പോഴത്തേക്ക് ഇവിടെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫ്, എൻവയോൺമെന്റൽ കെമിസ്ട്രി, ബയോമോളിക്യൂൾസ് ആൻഡ് പോളിമോസ്. ഇനി ബയോമോളിക്യൂൾസിൽ ഞാൻ ബേസ്ഡ് ഓൺ ദിസ് കണ്ടന്റ് വി ക്യാൻ പ്രാക്ടീസ് സം ക്വസ്റ്റ്യൻസ്. ഷാൽ ഐ റീഡ് സം ക്വസ്റ്റ്യൻസ് നോ? Okay, first question. Question number 1. Amylose. Amylose is a polymer of alpha D pyranose, then beta fructose, alpha fructose, beta D glucose. Amyloseum amylopectinum. Amylose and amylopectin, where we studied the component of starch. Amylose, amylopectinum. Amylose is a linear chain polymer of alpha D glucose. Then next question. A furanose ring consists of a skeleton of 5 carbon atom, 7 carbon atom, 9 carbon atom and 4 carbon atom and 1 oxygen atom. 9 carbon atom and 1 oxygen atom, like that it is given. Okay, Furanose structure. Furanose structure is the combination of Furanose structure nathu mottham etra carbon atom? 5 membered, 4 carbon end carbon atom oxygen vadi connect cheyunu. Fructose il inde ring structure il etra ennu vecha adi 5 membered aanu. Ee 5 membered il oru corner il oxygen a, baaki 4 carbon. So 4 carbon atom and 1 oxygen atom. Then the non-protein content in enzymes which is necessary for its biological activity is called. The non-protein component in enzyme which is necessary for its biological activity is called coenzymes. You studied there in surface chemistry also, enzyme, catalytic actor and coenzymes. Non-protein component in enzyme which is necessary for its biological activity. Biological function ചെയ്യുന്ന catalyst coenzymes. Then all are essential amino acid except phenylalanine, then tryptophan, valine and aspartame. Which one is essential amino acid? Which one? Valine. Then the RNA which takes part in synthesis of protein is RNA. What are the type of RNA? mRNA, rRNA, tRNA. Okay. Here
the RNA which take part in synthesis of protein synthesis, which is the RNA that take part in protein synthesis, mRNA. Then which of the following is not present in RNA? Uracil, ribose, thymine, phosphate, which is not present in RNA. Which one? Thymine is not there instead of thymine. Then in nucleotide of a nucleic acid, the sequence is nucleotide. RNA il rendu component and nucleotide, nucleoside. Nucleotide and nucleoside. Nucleotide is the components of, which are the component of nucleotide? Pentabase, ribose, sorry, penta sugar, nitrogen base, phosphate linkage. വരുന്നതാണ് ന്യൂക്ലിയോടൈഡ്. ന്യൂക്ലിയോസൈഡ് ആകുമ്പം ഫോസ്ഫേറ്റ് ലിങ്കേജ് ഇല്ല. ദെൻ ഇൻ അലാനിൻ the acidic group is NH2, NH3 plus COH, CO minus. What is the acidic group in alamine? What is in NH3? NH3 plus. Nucleotide and nucleoside differ from each other mainly in. Nucleotide and nucleoside differ with respect to the presence of which unit? Phosphate unit. Nucleotide, nucleoside. Nucleotide phosphate linkage ഉണ്ട്, nucleoside phosphate linkage ഇല്ല. Then which of the following diseases vitamin K associated with? Vitamin K. Vitamin K is associated with which disease? Coagulating property of blood. Coagulating property of blood. Vitamin K deficiency. Which one of the following statement is correct? All amino acid except lysine are optically active. Which is correct? All amino acid except lysine are optically active. All amino acids are optically active. All amino acid except glycine are optically active. Glycine is one simplest amino acid ആണ് glycine. CH2, NH2, COH. ആ CH2 H പോയിട്ട് ആൽക്കൽ ഗ്രൂപ്പ് വരുന്നതാണ് അതർ അമിനോ ആസിഡ്സ് എല്ലാം. അപ്പോൾ ഗ്ലൈസിൻ ഒഴിച്ച് ബാക്കി എല്ലാ അമിനോ ആസിഡുകളും എന്താണ്? ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. ദാറ്റ് ഈസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഗ്ലൈസിൻ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്, കാരണം CH2 ആ വരുന്നത്. ആ കാർബൺ നോട്ട് ഒപ്റ്റിക്കലി ആക്റ്റീവ്, 2 ഹൈഡ്രജൻ ആറ്റം വരുന്നുണ്ട്. ബാക്കി എല്ലാ അമിനോ ആസിഡിലും ആ ഹൈഡ്രജനിൽ ഒരു ഹൈഡ്രജൻ പോയിട്ട് ആൽക്കൽ ഗ്രൂപ്പ് വരും. സോ ആൾ ആർ ഒപ്റ്റിക്കലി ആക്റ്റീവ്. ദെൻ ഗ്ലൂക്കോസ് ആൻഡ് മാനോസ് ആർ anomos, positional isomers, functional isomers, epimers. Glucose and mannose are epimers. Different configuration. Glucose can be oxidized into saccaric acid on reaction with concentrated nitric acid. Common reducing reaction of monosaccharides are due to common reducing reactions of monosaccharides. Common reducing reactions of monosaccharides are due to their cyclic structure, the presence of least one hydroxyl group, the presence of more than one hydroxyl group, the presence of a carbonyl group, usually on the C1 carbon atom. Yes, usually on the C1 carbon atom or C2 carbon atom fructose, due to the presence of carbonyl group and reduction. What are the hydrolysis product of sucrose and lactose? Sucrose ഇന്റെയും lactose ഇന്റെയും hydrolysis product. Sucrose and hydrolysis നടത്തുമ്പോൾ എന്ത് കിട്ടും? alpha D glucose, beta D fructose. Then sucrose. ഇനി lactose ആകുമ്പോഴോ beta D galactose, beta D glucose. രണ്ടും ബീറ്റ ആണ്. beta D galactose, beta D glucose. Then mutarotation will not be shown by which one of the following? Mutarotation, equal configuration of D and L when it dissolve in water. Lactose, glucose, fructose, sucrose. Sucrose will not show. Sucrose equal alla, D and L different ആണ്. Okay, D form is changes to L form ആണ് water. Mutarotation will not shown by which of the following? Which one? Sucrose. Hydrolysis of sucrose is called hydrolysis of sucrose is a thermal decomposition, saponification, inversion. Inversion ആണ് hydrolysis of sucrose.
Aldose sugar present in nucleic acid is aldose sugar present in nucleic acid. Which one? Deoxyribose. Ribose or deoxyribose. Then carbohydrates are stored in human body as the polysaccharide. Which type of polysaccharide that carbohydrates are stored in human body? Starch, glucose, glycogen, galactose. Which one? Glycogen. Glycogen ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത് ഹ്യൂമൻ ബോഡിയിൽ. Each polypeptide in a protein has amino acid linked with each other in a specific sequence. The sequence of amino acid is said to be say primary structure of protein, secondary structure, tertiary structure, quaternary structure. See, each polypeptide in a protein has amino acid linked with each other in a specific sequence. Specific sequence ആണെങ്കിൽ ഏത് സ്ട്രക്ചറാ? പ്രൈമറി സ്ട്രക്ചർ. പ്രൈമറി സ്ട്രക്ചറിന് സെക്കൻഡറി സ്ട്രക്ചറിന് ഡിസ്ട്രാക്ഷൻ സംഭവിക്കുന്നതാണ് ഡീനേച്ചറേഷൻ ഓഫ് പ്രോട്ടീൻ. ഡീനേച്ചറേഷൻ എക്സാമ്പിൾ ആണ് ബോയിൽഡ് എഗ്, കർഡിംഗ് ഓഫ് മിൽക്ക് എല്ലാം. പ്രൈമറി സ്ട്രക്ചർ റിമെയിൻ ഇൻടാക്ട്. സെക്കൻഡറി ആൻഡ് ടെർഷ്യറി സ്ട്രക്ചർ വിൽ ഡിസ്ട്രോയ്. The structural features which distinguished proline from other natural amino acid is the structural feature which distinguished proline from other natural amino acid is. First option, it is optically inactive, it contains aromatic group, it is a dicarboxylic acid, it is a secondary amine. The structural feature which distinguished from proline from other natural amino acid, it is a secondary structure on proline. Next one, which of the following is not a fat soluble vitamin? Fat soluble vitamin, which one of the following? Vitamin B complex. B complex evada soluble? Water lan. Then vitamin D, vitamin E, vitamin E. Which of the following is not a fat soluble? It is vitamin B complexes. Then vitamin C, what is the chemical name of vitamin C? Yes, vitamin C is ascorbic acid. Ascorbic acid ആണ് vitamin C. Which of the following metal ion is essential? Which of the following metal ion is essential inside the cell for the metabolism of glucose synthesis of protein? Which of the metal? Which metal is essential inside the cell for the metabolism of glucose synthesis of protein? Which metal is essential? Yes, magnesium, Mg2+. Which of the following base is not present in DNA? DNA which base is not present? Cytosine, guanine, uracil, adenine. Uracil. Which of the following is not a fat soluble vitamin? Vitamin A, vitamin K, folic acid and vitamin E. Which one? Folic acid. pKa and pKa1 and pKa2 of an amino acid are 2.3 and 9.7 respectively. The isoelectric point of the amino acid is pKa value are given 2.3 9.7 ഐസോഇലക്ട്രിക് പോയിന്റ് ആയിട്ട് സിറ്ററയോൺ ഫോർമേഷൻ നടക്കുന്നത് രണ്ട് അമിനോ ആസിഡിന്റെയും pK1ന്റെ എന്തെടുക്കണം? ആവറേജ്. അതായത് 2.3 plus 9.7 divided by 2. What is the answer you are getting? It is 6. So 6 is the isoelectric point. Both coexist. That is dissociation of amino acid and form sitterayon formation. Sitterayon will in equilibrium at a particular pH. And pKn value ആണ് തന്നിരിക്കുന്നത്. രണ്ട് അമിനോ ആസിഡിന്റെ pKn value and average എടുത്തു കഴിയുമ്പോൾ that pH that will coexist. Take the average of the amino acid. DNA multiplication is called translation, transreduction, replication and transcription. What is DNA multiplication? What is the name of? Okay, replication. The number of chiral carbon atom in beta D glucose. How many chiral carbon atoms are there in beta D glucose? How many chiral centers are there in beta D glucose?
5. First one HOH വന്നു ആൽഫയിൽ ബീറ്റയിൽ, അപ്പോൾ അതും ഒപ്റ്റിക്കലി ആക്റ്റീവായി. നോർമൽ ഗ്ലൂക്കോസ് സ്റ്റേറ്റ് ആൻഡ് സ്ട്രെച്ചിൽ 4 ആണ്, ആൽഫ ബീറ്റയിൽ 5. Then next question is gums are polysaccharide of more than one type of monosaccharide used as a thickening agent used for improvement of texture in food industry. All of the above. See, gum is all are correct. Polysaccharides of more than one type of monosaccharides. That is gum. That is a chemical format of all gums. Polysaccharides of more than one type of monosaccharide. Different type of monosaccharide ചേർന്നുണ്ടാകുന്ന പോളിസാക്കറൈഡുകളാണ് ഗം. Glucose react with methyl alcohol to give. Glucose react with methyl alcohol. What is the product obtained? Methyl glucose. Alpha methyl and beta methyl glucose we are getting. Okay, next question. The branch points of amylopectin are connected by branching takes place in amylopectin between which carbon atoms? C1 and C6. From the option you can choose it C1 and C6. Glucoside linkage is glucosidic linkage or glycosidic linkage. Linkage is, and the option they given is an acetal linkage, an ether linkage, an ester linkage, and amide linkage. Glucoside linkage, glycosidic alla glucoside ആണ്, glycoside linkage. What type of linkage is that one? Glycoside. ആൽക്കഹോളും ആൽഡിഹൈഡും തമ്മിലുള്ള ലിങ്കേജ്. വിച്ച് ലിങ്കേജ്? അസെറ്റാൾ ലിങ്കേജ്. ഓക്കെ, അസെറ്റാൾ, ACETAL, അസെറ്റാൾ, കാർബണൈൽ ഗ്രൂപ്പിന്റെ ലിങ്കേജ്. The optical rotation, next question, the optical rotation of freshly prepared solution of alpha D glucose changes gradually from 101 degree to 52.5 degree. This phenomenon is known as alpha D glucose when it is added. Either sucrose when it is added to water, it undergo glucose and fructose. Their optical activities entirely different. That based on their angle of rotation. They differ with respect to that property is called mutarotation. Mutarotation. Clear no? The optical rotation of freshly prepared solution of glucose changes gradually from 111 degree to 52.5. Higher angle of deviation to lower ലേക്കാണ് പോകുന്നത്. That change in angle of deviation is called mutarotation. Ribose and 2-deoxyribose can be differentiated by റൈബോസും T-deoxyribosum, അതായത് RNA-യിലും DNA-യിലും സ്ട്രക്ചർ can be distinguished by Fellings reagent, Tollens reagent, Osazone formation, ozonolysis, Osazone formation, all of these. Ribosum, 2-deoxyribosum. Can we use a Fellings solution? No, free aldehyde is not there. Tollens, not free aldehyde. Osazone formation, yes, Osazone formation we can conduct because OH there, 2 OH group will be eliminated, water double bond tendency will be there, or Osazone formation will take place. Anemia is caused by the deficiency of anemia. Normally we are saying vitamin B complex ആണ്. B യിൽ which one? B1, B2, B6, B12. Anemia is B12. Hydrolysis of protein gives protein on hydrolysis. What is the product we are getting? Yes, alpha amino acids only. Protein on hydrolysis gives alpha amino acids. Which of the following forms the constituent of cell wall of plant cell? Plant cell in the cell wall. Starch, glycogen, amylose, cellulose. Which of the following is not a fat soluble vitamin? Which of the following is not a fat soluble? Vitamin B complex, already I mentioned vitamin B complex. Which one is not a constituent of nucleic acid? Which one is not a constituent of nucleic acid?
യുറാസിൽ ന്യൂക്ലിക് ആസിഡ് ഉള്ളതാണ്. ദെൻ ഗോഡിൻ അമിനോ ആസിഡ്സ്. ദെൻ ഫോസ്ഫോറിക് ആസിഡ്, റൈബോസ് ഷുഗർ. സോ ഗോഡിൻ. Then in aqueous solution of glucose remains as only in open chain form, only in pyranose form, only in furanose form, in all the three forms in equilibrium. Aqueous solution of glucose remain as only in open chain form form ചെയ്യാറുണ്ട് glucose. Then only in pyranose structure form ചെയ്യും. Only in furanose form, in all the three forms in equilibrium. All the three forms will be forming in the case of glucose. Furanose forms rare case ആണ്, ഷിഫ്റ്റിംഗ് നടക്കുമ്പോഴാണ്. ഓക്കെ, ബോണ്ടഡ് ഷിഫ്റ്റിംഗിലാണ് ഫിറാനോ, റെയർ കേസ് മാത്രമേ ഉള്ളൂ. പക്ഷേ ആൾ ദ ത്രീ ഓപ്ഷൻസ് അവിടെ തന്നിട്ടുണ്ട്. സോ ബേസ്ഡ് ഓൺ ദാറ്റ് വി ക്യാൻ റൈറ്റ് ഓൾ ദ ത്രീ ഓപ്ഷൻസ്. Then glucose react with the tolerance reagent. Glucose with the tolerance reagent gives a derivative of monocarboxylic acid, dicarboxylic acid, ketone acid. ടോളറൻസ് റിയേജന്റ് ആകുമ്പോൾ ഗ്ലൂക്കോസിനെ ഓക്സിഡൈസ് ചെയ്ത് എന്താക്കി മാറ്റുന്ന ആസിഡ്. ടോളറൻസ് റിയേജന്റിന് റെഡ്യൂസ് സംഭവിക്കും, ഗ്ലൂക്കോസിന് ഓക്സിഡേഷൻ സംഭവിക്കും. സോ ഗ്ലൂക്കോസ് ചേഞ്ചസ് ടു 1 monocarboxylic acid. Which of the following exist as sitar ion? Aminophenol, salicylic acid, sulfanilic acid, ethanol amine. Which one? Yes, sulfanilic acid. Aniline sulfonation നടത്തുമ്പോൾ OH SO3H. Sorry, not OH, NH2 SO3H. NH2 basic ആണ്, SO3H acidic ആണ്. Then the hormone that help in conversion of glucose into glycogen. ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി മാറ്റുന്ന ഹോർമോൺ. വിച്ച് വൺ? അഡ്രിനാലിൻ. നിങ്ങൾ ബയോളജിയിലും പഠിച്ചിട്ടുള്ളതാണ്. Which amino acid has no asymmetric carbon? Which of the following amino acid has no asymmetric carbon? Histidine, threonine, third option alanine and glycine. Answer is glycine. Glycine, you know, simplest amino acid. CH2NH2 COOH. Then hydrolysis of fats and oils in the body produces fats and oils in the body. On hydrolysis, that will produce one fatty acids. Next question, which does not contain carbohydrate? Which of the following is does not contain carbohydrate? First option is cellulose, then wax, starch, wheat flour. Which one? Wax. Wax is not a carbohydrate, hydrocarbon only. Okay, so like that you can practice more questions in biomolecule. Vitamins, then vitamin, that table column and all you know. Then DNA, RNA, 5 bases, all the names, then nucleic acid, RNA, DNA, role and everything, RNA, DNA structure, then carbohydrate. There also you are getting a direct question. There is no complication will be there. No to avoid these chapters, chemistry in everyday life, environmental chemistry. ഇതെല്ലാം നിങ്ങൾ സിമ്പിൾ ആയിട്ട് ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് യു വിൽ ബി ഗെറ്റിംഗ് ദി ക്വസ്റ്റ്യൻസ്. അതിനകത്ത് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യനോ കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യനോ ഇല്ല. കണ്ടന്റ് പഠിച്ചാൽ കണ്ടന്റ് മീൻസ് റിലേറ്റഡ് കണ്ടന്റ് ആൾസോ യു ഹാവ് ടു ലേൺ ഇറ്റ്. യു ക്യാൻ get the answer there. No complication. That is important. Some are simply avoiding these chapters. ഒന്നുമില്ല, ഇമ്പോർട്ടൻസ് ഇല്ല. പക്ഷേ അവിടെ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്റേഴ്സ് ആയിരിക്കും. പോളിമേഴ്സ്, ബയോമോളിക്യൂൾ, കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫ്, എൻവയോൺമെന്റൽ കെമിസ്ട്രി. ഓക്കെ, നൗ ദ നെക്സ്റ്റ് ചാപ്റ്റർ ഇൻ ദ ടോപ്പിക് 12th സ്റ്റാൻഡേർഡ് ഈസ് ഡ്രഗ്സ്. കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫിൽ നമ്മൾ പഠിക്കുന്ന ഡ്രഗ്സിനെ കുറിച്ചാണ്. ഡ്രഗ്സിനെ കുറിച്ച് നമ്മളോട് ചെയ്യേണ്ടുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ കുറേ ഡ്രഗ്സ് അതിപ്പോൾ നമുക്ക് മെമ്മറിയിൽ നിൽക്കാൻ കുറച്ച് റീഡ് ഔട്ട് ചെയ്തെങ്കിലേ പറ്റുള്ളൂ. കാണാതെ നമ്മൾ കുറച്ച് ഡ്രഗ്സിൻ്റെ പേരുകളും അതെന്തിനുള്ള യൂസേജ് ആണ്, ഫോർ വാട്ട് പർപ്പസ് വി ആർ യൂസിങ്, ആ രീതിയിൽ നമ്മൾ ഡ്രഗ്സിനെ ക്ലാസിഫൈ ചെയ്ത് പഠിക്കണം.
ഒരുപാട് പഠിച്ചു അതിനകത്ത്. നിങ്ങൾ 12th സ്റ്റാൻഡേർഡിൽ ബോർഡ് എക്സാം എഴുതിയതുകൊണ്ട് നിങ്ങൾക്ക് ആ ചാപ്റ്റർ ഒന്നും കൂടെ ഒന്ന് റിക്കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ NCERT ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ആ നെയിംസുകളൊന്ന് ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിക്കളക്ട് ചെയ്ത്, കാരണം ഓപ്ഷനും കൂടെ തരുന്നതുകൊണ്ട് നിങ്ങൾക്ക് വായിക്കുമ്പോൾ എഴുതാൻ പറ്റും. ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചിരുന്നാൽ എല്ലാ ഡ്രഗ്സുകളും, ഓക്കെ, ആൻറ്റിബയോട്ടിക്, ആൻറ്റി ഹിസ്റ്റാമിൻ, ട്രാങ്കുലൈസേഴ്സ്, അനാർജിസിസ്, അലർജറ്റിക്, അതെല്ലാം നിങ്ങൾ ജസ്റ്റ് നോക്കുക. നെയിംസ് ഏത് തന്നിരുന്നാൽ ഇത് എന്താണെന്നുള്ളത്, ഏത് കാറ്റഗറിയിൽ വരുന്നു എന്നുള്ളത്. അതേപോലെ 11th ലാസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ കെമിസ്ട്രി. ഓക്കെ, എൻവയോൺമെന്റൽ കെമിസ്ട്രിയിൽ നമ്മൾ ആ ഒരു കണ്ടന്റ് ജസ്റ്റ് ഒന്ന് റീഡ് ഔട്ട് ചെയ്ത് വെച്ചിരിക്കുക. എൻവയോൺമെന്റൽ പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ ആണ് മെയിൻലി നമ്മൾ അതിനകത്ത് പഠിച്ചത്. എയറും വാട്ടറും, പിന്നെ സോയിൽ എറോഷൻ. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഗ്രീൻ ഹൗസ് എഫക്റ്റും ഗ്ലോബൽ വാർമിങ്ങും ആ കണ്ടന്റും ഓസോൺ ലെയർ ഡിപ്ലീഷനും ആണ് മെയിൻ ആയിട്ടുള്ള കണ്ടന്റ്. അതും കുറച്ച് ഒന്ന് നിങ്ങൾ ഒരു റെഫറൻസ് ബുക്ക് കൊണ്ടുവെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യൻസിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി. പിന്നെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ നമുക്കിനി കുറച്ച് ക്വസ്റ്റ്യൻസുകൾ ഒന്ന് റീഡ് ഔട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് തരാം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ. യു ജസ്റ്റ് പ്രാക്ടീസ് ഫ്രം എവറി ഡേ കെമിസ്ട്രി ഇൻ എവറി ഡേ ലൈഫും ഡ്രഗ്സിൽ. അപ്പോൾ ഡ്രഗ്സിൽ നമ്മൾ ക്വസ്റ്റ്യൻസിൽ നമ്മൾ മെയിനായിട്ട് നിങ്ങൾ ഡ്രഗ്സിൻ്റെ നെയിം ബൈ ഹാർട്ട് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ ഓക്കെ, സോ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ തരാം, നിങ്ങളത് ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക. Now I am reading some questions from the drugs chemistry in everyday life. Okay, the first question, which of the following can be used as germicide? The options given are a cationic detergent, anionic detergent, non-ionic detergent, none of this. അതിനകത്ത് ലാസ്റ്റ് ഡിറ്റർജന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ പഠിക്കുന്നുണ്ട്. സോപ്സ് ആൻഡ് ഡിറ്റർജന്റ്. ഡിറ്റർജന്റിൽ കാറ്റോണിക് ഉണ്ട്, ആനിയോണിക് ഉണ്ട്, നോൺ അയോണിക് ഉണ്ട്. ഓക്കെ, ഹിയർ വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി യൂസ്ഡ് ആസ് ജെർമിസൈഡ് ആൾസോ? What type of detergent? Cationic detergent. Cationic detergent can be used as germicide. Then next question, which statement about aspirin is not true? Which statement about aspirin? Aspirin belong to narcotic analogies. Okay, non-narcotic analogies ആണ് aspirin. So first one is not true. It is effective in relieving pain. That is correct. It has anti-blood clotting action. That also correct. It is a neurologically active drug. That also correct. So the first option. Then next one, the chemical compound used for the treatment of depression and hypertension. Depression, which is the tranquilizers. Tranquilizers. Main component of sulfa drug. What is the main component of sulfa drug? Sulfanilamide. Sulfanilamide. Okay. Then aspirin is chemically methyl benzoate, ethyl salicylate, acetyl salicylic acid. Acetyl salicylic acid is aspirin. The phenol chapter also you studied. Then which hard water ordinary soaps forms curdy precipitate of? With hard water ordinary soap forms a curdy precipitate of one RCO twice Mg or RCO twice Ca. And scum form ചെയ്യുന്നത്. Okay. So here both the options are given, RCO twice Mg and RCO twice Ca. That is the correct option, because calcium and magnesium produces hardness. Which set has a different class of compounds? Then first set, listen carefully this one, analgesis ആണ് ഞാൻ തരുന്ന ഓപ്ഷൻസ്. നാപ്രോക്സൻ ഫസ്റ്റ് ഓപ്ഷൻ, അനാലിസിസിൽ കൊടുത്തിരിക്കുന്ന നാപ്രോക്സൻ, മോർഫിൻ, ആസ്പിരിൻ, ഇത് മൂന്നും എന്ത് തന്നെയാണ്? അനാൽജിസിസ് തന്നെയാണ്. ദെൻ സെക്കൻഡ് വൺ, ട്രാങ്കുലൈസേഴ്സ്, ഇക്വാനിൽ, ഹെറോയിൻ, വാലിയം. തേർഡ് വൺ, ആന്റിസെപ്റ്റിക്, ബിത്യോണൽ, ഡെറ്റോൾ, ബോറിക് ആസിഡ്. ബാക്ടീരിയൽ, പെൻസിലിൻ, ദെൻ aminoglycosides, ofloxacin. That all are bacterial. So which one is a different category? Which set has a different class of compounds? Tranquilizers, Equanil, heroin and Valium. Valium and heroin are not tranquilizers. Which of the following can
possibly be used as an analgesic without causing addiction and modification? Which of the following can possibly be used as analgesis without causing addiction and modification? Options are morphine is there, diazepam is there, tetrahydrocatinol is here, then fourth one N-acetyl para aminophenol. That is the correct option, N-acetyl para aminophenol. Which of the following statement is not correct? Some antiseptic can added to soap. That is correct, antiseptic add ചെയ്യുന്നുണ്ട് soapil. Dilute solution of some disinfectants can be used as antiseptic. Yes, we are using phenol. Then disinfectant also antimicrobial drugs. Yes, disinfectants are antimicrobial drugs. Then antiseptic medicines can be ingested. No, antiseptic we are not ingest. Okay, so fourth one is not correct. Then next one, select the correct statement. 0.2% solution of phenol is an antiseptic while 1% solution is a disinfectant. Correct statement. ഇത് റിവേഴ്സ് ഫെയിലാണ് തന്നിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, പക്ഷേ പെർസെൻറ്റേജ് റോങ് ആണ്. Then Equanil is used as a controlling depression and hypertension. No. Then next one, mifepristone is a synthetic steroid used as morning after pill. No. A drug which kills the organism is the body is called bacteriostatic. That is the correct option. Then a penicillin is a member of a family of drugs that have, first option, 4-membered cyclic amide fused to a 5-membered thiazole ring. Then 3-membered cyclic amide fused in a 5-membered thiazole ring. Actually, the penicillin is a 4-membered cyclic amide fused to 5-membered thiazole ring ആണ് correct option. Which of the following statement is not correct? Denaturation makes the protein more active. Insulin maintain sugar level in the blood of a human body. That is, which of the following statement is not correct? Denaturation makes the protein more active. No. Denaturation protein primary secondary structure distraction സംഭവിക്കാണ് ചെയ്യുന്നത്. Then the drug Tagamet, TAGAMET is what type of drug is that one? Antacid. Yes. Which one of the following is a cationic detergent? Sodium lauryl sulfate, cetyl trimethyl ammonium bromide, sodium dodecyl benzene sulfonate, glyceryl palmitoid. Correct option is cetyl trimethyl ammonium bromide, cationic detergent. Which one of the following is a bacteriostatic drugs? Bacteriostatic drugs. First option, aminoglycosides, penicillin G, ofloxacin, then ampicillin. Answer is ampicillin. Then antiseptic and disinfectant either kill or prevent the growth of microorganism. Identify which of the following is not true. 0.2% solution of phenol is an antiseptic and 1% is disinfectant. ഇവിടെയും നേരെ തിരിച്ചാണ് അവർ തന്നിരിക്കുന്നത്. .2% phenol is antiseptic while 1% solution is disinfectant. Chlorine and iodine are used as a strong disinfectant. Dilute solution of boric acid and hydrogen peroxide are strong antiseptic. No. Dilute solution of boric acid നമ്മൾ യൂസ് ചെയ്യുന്നത് ഐ ക്ലീനിങ്ങിലാണ്. ഐ ക്ലീനിങ്ങിൽ യൂസ് ചെയ്യുന്നത് സ്ട്രോങ് ആന്റിസെപ്റ്റിക് അല്ല. സോ ദാറ്റ് ഈസ് നോട്ട് കറക്റ്റ്. Disinfectant harm the living tissues. That also correct, which is not correct. Dilute solution of boric acid and hydrogen peroxides are not a strong antiseptic എന്നാണ്, not antiseptic strong. Then Salol is an antiseptic. Salol ആണ് next of question. Then chloramphenicol is an
Antibiotic broad spectrum. Antibiotic broad spectrum. Next one. Which of the following enzymes is present in animals like cow, buffaloes, etc. to digest compound like paper, cloth, etc. Which one? Silicones. Silicones will digest animals for digest paper, cloth, etc. Okay, silicones. Okay, so like that you have to practice some questions. I will be giving some questions for practicing for you also from chemistry in everyday life. They are ozone depletion and global warming, greenhouse effect, and then air pollution, water pollution. All you have to study there. Okay, so I hope all of you understood the topic polymers, biomolecules, and this topic you have to practice. Actually, these all are simple topic. When you are reading carefully, today, tomorrow you are attending, so today you are reading carefully, you will be answering that one. Because a direct question only they will be asking. Indirect question and complicated questions and application level question is not applicable from these chapters. So you have to read it more. So practice well again and again, only limited number of time. So I am binding the topic, not binding the topic, binding the class. Crash course class also I am binding. Okay. So wish you all the best. Prepare well and attend the exams carefully. Carefully you have to read it. Time interval is the most important thing. Limited time, you have to attend maximum number of questions. That is our aim. Okay. So you read out which questions you are familiar, that you have to answer it first. And difficult level, based on the time limit, you have to answer it. Okay. So again, wish you all the best. God bless you. Okay.